അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇനി ബ്ലോക്ക് 5 യൂണിറ്റ് 1 അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷ വ ഇസ്ഹാമാതുഹു ഫിൻ നസ്രിൽ അറബി. അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അറബി ഗദ്യ സാഹിത്യ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളും. ഹൽ തബ്ഹസു അൻ റിഹ്ല അദബിയ്യ സരിയ, സമ്പന്നമായ സാഹിത്യ യാത്ര താങ്കൾ ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്ര, ഒരു സാഹിത്യ യാത്രയെ അന്വേഷിക്കുന്നുണ്ടോ? ഏതിലൂടെ? ബില്ലുഗത്തിൽ അറബി അൽ ഫുസ്ഹ, ഫുസ്ഹയായ അറബി ഭാഷയിലൂടെ. ഹൽ തർഗബു ഫി ഖൂദി തജ്രിബ ഇബ്ദാഇയ്യ, ഒരു ക്രിയേറ്റീവായ അനുഭവം, അതിലേക്ക് ആഴ്ന്നിറങ്ങാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവോ? തുസ്രി സഖാഫതക വ തുനമ്മി മഹാറാതിക ലുഗവിയ്യ, അതിലൂടെ താങ്കളുടെ വൈജ്ഞാനിക മേഖലയെ സമ്പന്നമാക്കുന്ന, താങ്കളുടെ ഭാഷാ ശേഷികളെ വളർത്തുന്ന ആ നിലക്കുള്ള ഒരു അനുഭവം കിട്ടാൻ ആഗ്രഹിക്കുന്നുവോ? ഇൻ കുൻത കദാലിക ഫഅലൈക ഖിറാഅത നുസൂസിൽ കാതിബിൽ കബീർ അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷ, നീ അങ്ങനെയാണ് എങ്കിൽ നിനക്ക് നിർബന്ധമാണ് ഫഅലൈക ഖിറാഅത നുസൂസിൽ കാതിബ്, ഗ്രന്ഥകാരനായിട്ടുള്ള വലിയ എഴുത്തുകാരനായ അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷയുടെ നസ്സുകൾ നീ വായിക്കുക എന്നുള്ളത്. അദ്ദേഹം അഹദു അബ്റാസി റുവാദിൽ അദബിൽ അറബി ഫിൽ ആസ്രിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ അറബി സാഹിത്യത്തിലെ ലീഡർമാരിലെ പ്രമുഖനായ വ്യക്തിയാണ് അദ്ദേഹം. മല്ലദി യുമയ്യിസു കിതാബത്തി അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷ, അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷയുടെ രചനകളെ വേർതിരിക്കുന്ന കാര്യം എന്താണ്? ഒന്ന്, തനവ്വുഉഹു അൽ അദബി, അദ്ദേഹത്തിൻ്റെ സാഹിത്യ വൈവിധ്യമാണ്. തമയ്യസ അൽ ബാഷ ബി കിതാബാത്തിഹി അൽ മുതനവ്വിഅ, വ്യത്യസ്തങ്ങളായ രചനകളെ കൊണ്ട് അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷ വ്യതിരിക്തനാകുന്നു. അല്ലത്തി ഷമുലത്ത് അൽ മക്കാല, അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉൾക്കൊള്ളുന്നുണ്ട്, മക്കാല ഉൾക്കൊള്ളുന്നുണ്ട്. വൽ ഖിസ്സ അൽ ഖസീറ, ഷോർട്ട് സ്റ്റോറി ഉൾക്കൊള്ളുന്നുണ്ട്. വൽ റിവായ, നോവലുകൾ. വദ്ദിറാസ അൽ അദബിയ്യ, സാഹിത്യ പഠനങ്ങൾ, അതെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉൾക്കൊള്ളുന്ന സംഗതിയാണ്. ഇതാണ് അദ്ദേഹത്തെ വ്യതിരിക്തമാക്കുന്ന ഒരു കാര്യം, വൈവിധ്യമാണ്. മറ്റൊന്ന് ഉസ്ലൂബുഹുൽ മുബഹർ, അദ്ദേഹത്തിൻ്റെ വശ്യമായ ശൈലിയാണ്, മുബഹറായ അദ്ദേഹത്തിൻ്റെ ശൈലി. ഇത്തസമ ഉസ്ലൂബുഹു ബിസ്സുഹൂല വൽ ജമാൽ, അദ്ദേഹത്തിൻ്റെ ശൈലിയുടെ സവിശേഷത എന്ന് പറയുന്നത് ഒന്ന് സുഹൂലാണ്, വളരെ ലളിതമാണ്, അതോടൊപ്പം അത് ഭംഗിയുള്ളതുമാണ്. മഅ ഖുദ്റതിഹി അല മുആലജതി മുഖ്തലിഫിൽ ഖദായ, അതോടൊപ്പം അദ്ദേഹത്തിന് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ്. ഏതൊക്കെ വിഷയങ്ങൾ? അൽ ഫിക്രിയ്യ, ചിന്താപരം, വസ്സഖാഫിയ്യ, സാംസ്കാരികം, വൽ അദബിയ്യ, സാഹിത്യം. അതൊക്കെ ബി ഉസ്ലൂബിൻ ഷയ്യിഖിൻ വജദ്ദാബിൻ, വളരെ ആകർഷണീയമായ ശൈലിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. മറ്റൊന്ന് ഉമ്ഖു അഫ്കാരിഹി, അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ആഴമാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷത. തമയ്യസത്ത് കിതാബാത്തുഹു ബി ഉമ്ഖി അഫ്കാരിഹ, അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം ചിന്തകൾ അത് ആഴമുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വ്യതിരിക്തമാകുന്നുണ്ട്. അതോടൊപ്പം ഖുദ്റതുഹ അല റബ്തിൽ മാദി ബിൽ ഹാദിർ, അവയിലെല്ലാം കഴിഞ്ഞ കാലത്തെ സംഭവങ്ങളെ വർത്തമാനകാലത്തുള്ളവയുമായി യോജിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. വ മുആലജത്തിൽ ഖദായൽ ഇൻസാനിയ, മാനുഷിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനും. ബിഷക്കിലിൻ മുഅ്സരിൻ, അതാവട്ടെ വായനക്കാരൻ അങ്ങേറ്റം സ്വാധീനിക്കുന്ന നിലക്ക്. മറ്റൊന്ന് തഅ്സീറുഹു അലൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിൽ അദ്ദേഹത്തിനുണ്ടാവുന്ന സ്വാധീനം. സാഹമ ബിഷക്കിലിൻ കബീരിൻ ഫി തജ്ദീദിൻ നസ്രിൽ അറബി, അറബി ഗദ്യ സാഹിത്യത്തെ നവീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. വ ഇസ്റാഇഹി ബി മുഖ്തലിഫിൽ അൻമാത്ത് വൽ അസാലീബ്, വ്യത്യസ്ത ശൈലികളെ കൊണ്ട് ആ അറബി ഗദ്യ സാഹിത്യ മേഖലയെ സമ്പന്നമാക്കിയ വ്യക്തിയാണ്. വൽഹമൽ അദീദ മിനൽ കുത്താബി വൽ കാത്തിബാത്തി ഫിൽ ആലമിൽ അറബി, അറബ് ലോകത്തുള്ള എഴുത്തുകാരായ ആണും പെണ്ണും അവരെ എല്ലാവർക്കും അവരുടെ കൂട്ടത്തിലും ധാരാളം ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ ഇവിടെ എണ്ണി പറഞ്ഞ ഈ സവിശേഷതകൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകും. തനവ്വുഉൽ അദബി, മറ്റൊന്ന് ഉസ്ലൂബുഹുൽ മുബഹർ, മറ്റൊന്ന് ഉമ്ഖു അഫ്കാരിഹി, മറ്റൊന്ന് തഅ്സീറുഹു അലൽ അദബിൽ അറബി. മല്ലദി സതസ്തഫീദുഹു മിൻ ഖിറാഅത്തി നുസൂസി അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷ, അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കുന്നതിലൂടെ നേട്ടം എന്തൊക്കെ കിട്ടും? ഒന്ന്, അൽ ഇസ്തിംതാഉ ബി തജ്രിബ അദബിയ്യ, ഒരു സാഹിത്യാനുഭവത്തിൻ്റെ ആസ്വാദനം ലഭിക്കുന്നതാണ്. സതസ്തംതിഉ ബി ഉസ്ലൂബിഹി സഹൽ വ ജമാലിയാതിഹിൽ ലുഗവിയ്യ, അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ ഭംഗി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ലളിതമായ രചനകളെ കൊണ്ട് നിനക്കൊരു സാഹിത്യാനുഭവം ആസ്വദിക്കാൻ സാധിക്കും. വ ഖിസസിഹി അൽ മുഷവ്വഖ,
ആകർഷണീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ, വരിവായത്തിഹി അൽ മുസീറ പ്രചോദനമേകുന്ന അദ്ദേഹത്തിൻ്റെ നോവലുകളിലൂടെ, വദിറാസത്തിഹിൽ മുഅമ്മഖ ആഴമേറിയ പഠനത്തിലൂടെ, ഇതിലൂടെയെല്ലാം ഒരു സാഹിത്യ ആസ്വാദനം കാണാൻ സാധിക്കുന്നു. മറ്റൊന്ന് തത്വീറു മഹാറാത്തിക്കൽ ലുഗവിയ, ഭാഷാപരമായ നിൻ്റെ ശേഷികളെ, മഹാറകളെ, സ്കില്ലുകളെ അത് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുവാനൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് സാധിക്കും. സതതഅല്ലമു മിൻ ഉസ്ലൂബിഹിൽ ലുഗവി അറാഖി, ഉന്നതമായ ഭാഷാ ശൈലി, അദ്ദേഹത്തിൻ്റെ ഉന്നതമായ ഭാഷാ ശൈലിയിൽ നിന്ന് നിനക്ക് പലതും പഠിക്കാനുണ്ട്. വതുസിരി മുഫ്രദാത്തിക്കൽ ലുഗവിയ, നിൻ്റെ ഭാഷാ വൊക്കാബുലറിയെ അവ സമ്പന്നമാക്കുന്നതാണ്. വതുനമ്മി മഹാറാത്തിക ഫിൽ കിതാബ് വത്തഅബീർ, ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നിടത്ത്, ഒരു കാര്യത്തിൻ്റെ രചന നടത്തുന്നിടത്ത് അവിടെയൊക്കെയുള്ള നിൻ്റെ സ്കില്ലിനെ വളർത്താൻ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലികളിലൂടെ നിനക്ക് സാധിക്കും. അതോടൊപ്പം ഫഹ്മുൽ അദബിൽ അറബി ബിഷക്ലിൻ അഫ്ദൽ, കൂടുതൽ വ്യക്തതയോടെ അറബി സാഹിത്യത്തെ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാകും. സതതഅറഫു അല തയ്യാറാത്തിൽ ഫിക്രിയ വൽ അദബിയ ഫി അസ്രിഹി, ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള സാഹിത്യ ചിന്താ പ്രവാഹങ്ങളെപ്പറ്റി നിനക്ക് ഗ്രഹിക്കാൻ സാധിക്കും. വതുസിരി സഖാഫത്തിക്കൽ അദബിയ, അതും നിൻ്റെ സാഹിത്യ സംസ്കാര മേഖലയെ അത് സമ്പന്നമാക്കും. അതോടൊപ്പം അതുനമ്മി ഖുദ്റത്തക അല തഹ്ലീലിൻ നുസൂസിൽ അദബിയ, സാഹിത്യ ടെക്സ്റ്റുകളെ അപഗ്രഥിക്കുവാനുള്ള ശേഷി നിന്നിൽ വർദ്ധിപ്പിച്ചു തരും. മറ്റൊന്ന് സിയാദത്തു സഖാഫത്തിക്കൽ അമ്മ, നിൻ്റെ അടുക്കലുള്ള പൊതുവായ നിൻ്റെ ആ ഒരു സാംസ്കാരിക മനോഭാവം അതിൽ കൂടുതൽ വർധനവുണ്ടാക്കാൻ സാധിക്കും. സതതഅറഫു അല അഫ്കാരിൻ ജദീദ, പുതിയ ചില ചിന്തകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഫി മുഖ്തലിഫിൽ മജാലാത്തി, വ്യത്യസ്ത മേഖലകളിലുള്ള. വതുനമ്മി മദാരിക്കൽ ഫിക്രിയ, നിൻ്റെ ചിന്താപരമായ നിൻ്റെ അടുക്കൽ അറിവുകൾ വളർത്തും. വതുവസ്സിഉ ആഫാഖക സഖാഫിയ, സാംസ്കാരിക ചക്രവാളത്തിന് വിശാലത നൽകും. അതൊക്കെ ആ നിലക്കൊക്കെ നിനക്ക് വികാസവും വളർച്ചയും ഉണ്ടാക്കാൻ സാധിക്കുന്ന ആ രൂപത്തിലുള്ള ടെക്സ്റ്റുകളും രചനകളുമാണ് അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ പാഷയുടേത്. അതുകൊണ്ട് ലാ തൻതളിർ അക്സർ, അധികം നീ കാത്തു നിൽക്കേണ്ട. വബദ റിഹ്ലതക അദബിയ മഅ അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷ, അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷയുടെ സാഹിത്യ ലോകത്തിലൂടെ, സാഹിത്യ മേഖലയിലൂടെ നിൻ്റെ സാഹിത്യയാത്ര നീ ആരംഭിക്കുക. മിനൽ യൗം, ഇന്നു മുതൽ തന്നെ. ഫി ഹാദിഹിൽ വഹ്ദ, ഈ യൂണിറ്റിൽ നതഅറഫ്, നാം പഠിക്കുന്നു അല ലംഹ മിൻ സീറത്തി ഹയാത്തിൽ അദീബ് വഅല ആസാരിഹിൽ അദബിയ്യ, നമ്മുടെ സാഹിത്യകാരനായ അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ പാഷയുടെ ജീവിതത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ രചനകളെപ്പറ്റിയുമുള്ള ഒരു ചെറിയ രൂപം, നമുക്കതിൻ്റെ ഒരു എത്തിനോട്ടം നമുക്കിവിടെ സാധ്യമാകുന്നതാണ്. അപ്പോൾ ഡിസ്കഷൻ പാർട്ടിൽ അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷ ലംഹ മിൻ സീറത്തി ഹയാത്തിഹി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം. ولد عبد الرحمن رأفت الباشا عام 1920 في مدينة أريحة السورية, സിറിയയിലെ അരീഹ പട്ടണത്തിൽ 1920 അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷ അദ്ദേഹം ജനിച്ചു. വനശഅ ഫി ബീഅത്തിൻ ഇൽമിയ വസഖാഫിയ ഗനിയ, സമ്പന്ന സാംസ്കാരിക വൈജ്ഞാനിക അന്തരീക്ഷത്തിൽ അദ്ദേഹം വളർന്നു. നാല ഷഹാദാത്തിന് ഇൽമിയ മർമൂഖ, ഉന്നത വൈജ്ഞാനിക സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം കരസ്ഥമാക്കി. ബദഅ മിന ഷഹാദത്തി അൽ ആലിയ, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം തുടങ്ങിയത് അത് ഷഹാദ അൽ ആലിയയാണ്. എവിടുന്നാണ്? മിൻ കുല്ലിയത്തി ഉസൂലുദ്ദീൻ ഫിൽ അസ്ഹർ, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഉസൂലുദ്ദീൻ എന്ന കോളേജിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഷഹാദ അൽ ആലിയ, അത് നേടിക്കൊണ്ടാണ് അതിൻ്റെ ആരംഭം. മുറൂറൻ, പിന്നീട് അദ്ദേഹം കടന്നുപോയി ബിലൈസൻസ് അൽ ലുഗ അൽ അറബിയ മിൻ ജാമിഅത്തിൽ ഖാഹിറ, കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി ഭാഷയിലെ ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഷഹാദ അദ്ദേഹം കരസ്ഥമാക്കി. വുസൂലൻ, എത്രത്തോളം അദ്ദേഹം എത്തിച്ചേർന്നു, ഇലാ ദറജതൈ, 2 ഡിഗ്രികളിലും, അൽ മാജിസ്റ്റീർ വദ്ദക്തൂറ, ഡോക്ടറേറ്റും PG ഒക്കെ, മിൻ നഫ്സിൽ ജാമിഅ, സെയിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ. ലം യഖ്തസിർ ഇബ്ദാഉ അൽ ബാഷ അലൽ കിതാബ് വത്തഅലീഫ്, ഭാഷയുടെ ക്രിയേറ്റിവിറ്റി, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ അത് രചനയിലും അതോടൊപ്പം ഗ്രന്ഥരചനയിലും മറ്റു രചനകളിലും മാത്രം പരിമിതമായില്ല. ബൽ, എന്നാൽ ഇത്തസമത്ത് മസീറത്തുഹു അൽ മിഹനിയ ബിൽ കസീരി മിനൽ ഇൻജാസാത്ത്, ധാരാളം നേട്ടങ്ങൾ നേടിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ ജോലി സംബന്ധമായ പ്രൊഫഷണൽ മേഖലയിലൂടെ യാത്രകൾ കൂടെ അദ്ദേഹത്തിനുണ്ട്. ഫഖദ് ആമില മുഫത്തിഷൻ ഇഖ്തിസാസിയൻ ലില്ലുഗൽ അറബിയ ഫി സൂറിയ, അങ്ങനെ പറയുമ്പോൾ അത് ഏതൊക്കെയാണ്? സുറിയയിലെ അറബി ഭാഷയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്ററായി അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. വ മുദീർ അൽ ദാരിൽ കുത്തുബ് അൽ ദാഹിരിയ ബി ദിമഷ്ക്, ദിമഷ്കിലെ ദാറുൽ കുത്തുബ് അൽ ദാഹിരിയയിലെ അദ്ദേഹം അതിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. വ ഉസ്താദൻ മുഹാദിറൻ ഫി കുല്ലിയത്തിൽ ആദാബി ജാമിഅത്തി ദിമഷ്ക്, ഡമസ്കസ് യൂണിവേഴ്സിറ്റിയുടെ കുല്ലിയത്തുൽ ആദാബിൽ
ലിറ്ററേച്ചർ വിഭാഗത്തിലെ ഒരു മുഹാലിറായിട്ട്, ഒരു ലെക്ചറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. സുമന്തഖല ഇല സൗദിയ ലിത്തദ്രീസി ഫി കുല്ലിയത്തിൽ ലുഗൽ അറബിയ ബി ജാമിഅത്തിൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ. പിന്നീട് അദ്ദേഹം സൗദിയിലേക്ക് വരുന്നു. അവിടെ ജാമിഅത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ ആ യൂണിവേഴ്സിറ്റിയിലെ അറബി വിഭാഗത്തിൽ അദ്ദേഹം ടീച്ചറായിട്ട് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഹൈസു ഷഗല മൻസിബ റഈസി ഖിസ്മിൽ ബലാഗ വൻ നഖ്ദ് വ മൻഹജുൽ അദബിൽ ഇസ്ലാമി. അങ്ങനെ അദ്ദേഹം അവിടെ ബലാഗ, നഖ്ദ്, നിരൂപണം, ബലാഗ, അതോടൊപ്പം മൻഹജ് അൽ അദബിൽ ഇസ്ലാമി, ഇസ്ലാമിക സാഹിത്യത്തിൻ്റെ മൻഹജ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. വഉദു വൻ ഫിൽ മജ്ലിസിൽ ഇൽമി, അതോടൊപ്പം എഡ്യൂക്കേഷൻ കൗൺസിലിലെ ഒരു മെമ്പറായിരുന്നു. വറഈസ് അൽ ലജ്നത്തിൽ ബഹ്സി വൻ നഷർ, അതോടൊപ്പം ഗവേഷണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ബോഡിയുടെ ഹെഡായിരുന്നു. തൂഫി റഅഫത്ത് അൽ ബാഷ ഫി ആം 1986 മിലാദിയ, 1986 അദ്ദേഹം വഫാത്തായത്, മരണപ്പെട്ടത്. താരിഖൻ വറാഅഹു ഇർസൻ ഖനിയൻ, ധാരാളം സമ്പന്നമായ നിലക്ക് അദ്ദേഹത്തിൻ്റെ പിറകിൽ വിട്ടേച്ചു പോയിക്കൊണ്ട് എന്തെല്ലാം, മിനൽ മുഅല്ലഫാത്ത്, രചനകളായിട്ട്, വൽ ഇൻജാസാത്ത്, പല നേട്ടങ്ങളും, അല്ലത്തി സതളല്ലു ഖാലിദ, അതൊക്കെയും അദ്ദേഹത്തെ ഇവിടെ ശാശ്വതമാക്കിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. എവിടെ? ഫി ദാഖിറത്തിൽ അദബിൽ ഇസ്ലാമി, ഇസ്ലാമിക സാഹിത്യത്തിൻ്റെ ഓർമ്മകളിൽ, മെമ്മറികളിൽ അവശേഷിപ്പിക്കുന്ന നേട്ടങ്ങൾ നേടിക്കൊണ്ട്, ധാരാളം രചനകൾ നടത്തിക്കൊണ്ട്, സമ്പന്നമായ നില രചനകൾ നടത്തിക്കൊണ്ട്, അതെല്ലാം ഇവിടെ വിട്ടേച്ചുകൊണ്ട് 1986 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ദൗറുഹു ഫി ഇസ്റാഇൽ അദബിൽ ഇസ്ലാമി, ഇസ്ലാമിക സാഹിത്യത്തെ സമ്പന്നമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക്. ലഖദ് അംല അദ്ദക്തൂർ അബ്ദുറഹ്മാൻ ഹയാത്തഹു അൽ ഇൽമിയ വൽ അമലിയ, തൻ്റെ വൈജ്ഞാനിക അതുപോലെ തൻ്റെ പ്രവർത്തന മേഖലയിലുള്ള ജീവിതം അബ്ദുറഹ്മാൻ കഴിച്ചുകൂട്ടിയത് മുൻദു ബിദായത്തിഹ, അതിൻ്റെ ആരംഭം മുതൽ തന്നെ, മുകാഫിഹൻ വ മുനാഫിഹൻ അൻ ലുഗത്തിൽ ഖുർആൻ, ഖുർആനിൻ്റെ ഭാഷയെ സംരക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി പോരാടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ, വൈജ്ഞാനിക ജീവിതത്തിൻ്റെ ആരംഭം തന്നെ. ദാഇയൻ ഇല ഫന്നിൻ അദബിയിൻ ഇസ്ലാമിയിൻ, ഒരു ഇസ്ലാമിക സാഹിത്യകല അതുണ്ടാവണമെന്ന് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട്. ലാ യക്തഫി ബി ജമാലി തഅബീരി വ ഇബ്ദാഇ തസ്വീർ, കേവലം അവതരണത്തിലെ മികവോ അല്ലെങ്കിൽ ഭംഗിയോ അല്ലെങ്കിൽ ചിത്രീകരണത്തിലെ ക്രിയേറ്റിവിറ്റിയോ അല്ല ഉണ്ടാവേണ്ടത്. ഇന്നമാ യശ്തറതു ഫീഹി അൻ യകൂന മുമത്തിഅൻ ഹാദിഫൻ നാഫിഅൻ ഫി വഖ്തിൻ മഅൻ, ഉണ്ടാക്കുന്ന എഴുതുന്ന കല അത് ഇസ്ലാമിക സാഹിത്യമാകുമ്പോൾ അതൊരു നിബന്ധന ഉണ്ടാവണം. അതെന്താവണം? അയ്യക്കൂന മുമത്തിഅൻ, അത് വായനക്കാരന് ആസ്വാദ്യകരമാകണം. ഹാദിഫൻ, അത് ലക്ഷ്യാടിസ്ഥാനത്തുള്ളതാവണം. നാഫിഅൻ, അത് ഉപകാരപ്രദമാകണം. ഫി വഖ്തിൻ മഅൻ, ഒരേ സമയം. അങ്ങനത്തെ ഒരു ഇസ്ലാമിക സാഹിത്യ കലാരൂപം ഉണ്ടാകണമെന്ന്. ഫന്നുൻ അദബിയുൻ ഇസ്ലാമിയുൻ, അതൊരു ഇസ്ലാമിക സാഹിത്യകലയാണ്. യൽതസിമു അമാമ ഇലാഹിൻ മുത്തസിഫിൻ ബി സിഫാത്തിൽ കമാലി കുല്ലിഹ, അത് എല്ലാ സമ്പൂർണമായ ഇലാഹിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിർബന്ധം പിടിക്കുന്ന ഇസ്ലാമിക കല. മുനസ്സഹുൻ അൻ സിഫാത്തിൻ നഖ്സ്, അവനാവട്ടെ അള്ളാഹുവാകട്ടെ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. ജമീഇഹ, അതെല്ലാത്തിൽ നിന്നും. വയകൂനു ബിസിമാത്തിഹി ഹാദിഹി മുഗായിറൻ ലിതയ്യാറാത്തിൽ അദബിയ്യൽ ഉഖ്റ, അങ്ങനെ വരുമ്പോൾ ഈ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന നിലക്കു തന്നെ ഇതൊരു സാഹിത്യ മേഖലയിലെ ഒരു പുതിയ പ്രവാഹമായിട്ട് വരണം. അല്ലതി തൽതസിമു അമാമ നുഫൂസുൽ ബശരിയ അൽ അമ്മാറ ബിസ്സൂ, തിന്മകൾക്ക് കൽപ്പിക്കുന്ന മനുഷ്യ മനസ്സുകൾക്ക് മുമ്പിൽ നിർബന്ധമായിട്ടും ഈ രൂപത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണം. ഈ പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റുന്ന മുന്നിലുള്ള ഒരു ഇസ്ലാമിക സാഹിത്യകല, ഇതിനുവേണ്ടി ക്ഷണിച്ച മുന്നോട്ട് വന്ന വ്യക്തിയാണ് റഅഫത്ത് അൽ ബാഷ. വലം യകുൻ ഹുവ അവ്വലു മൻ ദഅ ഇല ഈജാദി ഹാദൽ അദബ്, ഈ ഒരു സാഹിത്യ മേഖല ഉണ്ടാകണമെന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തിയൊന്നുമല്ല അദ്ദേഹം. ഫഖദ് സബഖഹു ഇലാ ദാലിക അദദുൻ മിനൽ മുഫക്കിരീന, പല ചിന്തകന്മാരും ഈ മേഖലയിലേക്ക് മുൻകടന്നു പോയിട്ടുണ്ട്. വഹുവ യഅ്തരിഫു ബിദാലിക്, അത് അദ്ദേഹം അംഗീകരിക്കുന്നുമുണ്ട്. വയുഖിറു ബിൽ ഫദ്ലി അഹ്ലിഹി, അതിനുവേണ്ടി വാദിച്ചവർക്ക് അതിൻ്റെ ശ്രേഷ്ഠതയും അദ്ദേഹം വകവെച്ചു കൊടുക്കുന്നു. ലാകിന്നഹു, എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന് സാധിച്ചു അയജ്അല അമാനി ഉലായിക്കൽ ഉലമാഇ ഹഖീഖതൻ വാഖിഅതൻ, അങ്ങനെ കടന്നുപോയ ആ പണ്ഡിതന്മാരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ. ഫഖദ് സഅ അൽ ബാഷ ലിഈജാദി അമലിൻ മൗസൂഇയ്യിൻ യുഖ്ദിമു അൽ അദബ് അൽ ഇസ്ലാമി, ഇസ്ലാമിക സാഹിത്യത്തെ സഹായിക്കുന്ന ഒരു സർവ്വവിജ്ഞാന കോശമായ ഒരു പ്രവർത്തന മേഖല ഉണ്ടാക്കിയെടുക്കുവാൻ അൽ ബാഷ ശ്രമിച്ചു. വയകുനു ലഹു ബിമസാബത്തിൽ ഖൽഫിയ അത്താരിഖിയ, അതൊരു ചരിത്രപരമായ
പിന്നാമ്പുറത്തുള്ള സംഗതികളെപ്പോലെ, വൽ ഖാഇദ അസ്വൽബ അല്ലെങ്കിൽ ഒരു ഉറച്ച നിയമവ്യവസ്ഥയെപ്പോലെ, അല്ലത്തി അൻഹദു അലൈഹ ബിനാഉഹു ആ നിയമത്തിലാണല്ലോ അല്ലെങ്കിൽ ആ അടിത്തറയിലാണല്ലോ അതിൻ്റെ ഏത് സംഗതിയുടെയും ബിൽഡിംഗ് പൂർണ്ണമായി എഴുന്നേറ്റ് നിൽക്കുക, ഉയർന്നു നിൽക്കുക. അതിനു പറ്റിയ ഒരു അടിത്തറ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു തുടക്കം എന്ന നിലക്ക് ആ നിലക്കായിരുന്നു അദ്ദേഹം അത് ഉണ്ടാക്കിയെടുത്തത്. ലിയുസാഇദ ദാരിസീന ഫി മഅരിഫത്തി ഹാദൽ അദബ് എന്താണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ സാഹിത്യം എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി, അത് പഠിതാക്കൾക്ക് മനസ്സിലാക്കാൻ സഹായകരമാകുന്ന രൂപത്തിൽ ദിറാസത്തി ഖസാഇസിഹി അതിൻ്റെ സവിശേഷതകളെ പഠിക്കാനും, വറസ്ദി മൗദുഅതിഹി അതിൻ്റെ വിഷയങ്ങളെ വീക്ഷിക്കുവാനും അന്വേഷിക്കുവാനും ഒക്കെ സഹായകരമായ രൂപത്തിൽ അതിനുണ്ടാകേണ്ട ഒരു അടിത്തറ, അതിനുണ്ടാകേണ്ട ചരിത്രപരമായ പിൻബലം ഇതിനെല്ലാം അനുകൂലിക്കുന്ന രൂപത്തിലുള്ള ഒരു അമൽ മൗസൂഇ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു, അതിനുവേണ്ടി പ്രയത്നിച്ചു. അമിൻ ഹുനാ ലഹറത്ത് ഫിക്ര മൗസൂഅ അദബി ദഅവ അൽ ഇസ്ലാമിയ ഇങ്ങനെ ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ചിന്ത ഉണ്ടായിത്തീരുന്നത്. എന്ത് ചിന്ത? ഫിക്റത്തു മൗസൂഅത്തി അദബി ദഅവ അൽ ഇസ്ലാമിയ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയുള്ള സാഹിത്യ സർവ്വവിജ്ഞാന കോശം എന്ന ചിന്ത. അല്ലത്തി ഖാമത്ത് ബിസ്ദാരിഹ അത് പബ്ലിഷ് ചെയ്തത് കുല്ലിയത്തുൽ ലുഗൽ അറബിയ്യ ബിർ റിയാദിലെ കുല്ലിയത്തുൽ ലുഗൽ അറബിയ്യാണ്. വഅശ്റഫ അലൈഹ അൽ ബാഷ ബിനഫ്സിഹി അതിൻ്റെ പ്രസാദനത്തിന് മേൽനോട്ടം വഹിച്ചത് അത് അൽ ബാഷ തന്നെയായിരുന്നു. ഹൈസുഖാനത്ത് നിതാജു മാദത്തിൽ ബാഹസിൽ തൊലബത്തി സന അന്നിഹഇയ ബി കുല്ലിയത്തുൽ ലുഗൽ അറബിയ്യ അത് കുല്ലിയത്തുൽ ലുഗൽ അറബിയിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ ഗവേഷണത്തിൻ്റെ സബ്ജക്റ്റിനുള്ള ഒരു റിസൾട്ട് തന്നെയായിരുന്നു അവ. വസദറ മിൻഹ സിത്തത്തു അസ്ഫാർ 6 ബുക്കുകളായിട്ട് അവ പബ്ലിഷ് ചെയ്തു. ഏതൊക്കെയാണ്? ഷിഅറു ദഅവ അൽ ഇസ്ലാമിയ ഇസ്ലാമിക ദഅവത്തിൻ്റെ കവിതകൾ, ഫി അസ്രിൻ നുബുവ വൽ ഖുലഫാഇർ റാഷിദീൻ ആ കാലഘട്ടങ്ങളിൽ, നുബുവത്തിൻ്റെ കാലത്തും ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലും. രണ്ടാമത്തത് ഷിഅറു അദ്ദഅവ അൽ ഇസ്ലാമി ഫിൽ അസ്രിൽ ഉമവി കാലഘട്ടത്തിലെ ഷിഅറു ദഅവ അൽ ഇസ്ലാമിയ. 3 ഷിഅറു ദഅവ അൽ ഇസ്ലാമിയ ഫിൽ അസ്ൽ അബ്ബാസി അവൽ. അടുത്തത് ഷിഅറു ദഅവ അൽ ഇസ്ലാമിയ ഫിൽ അസ്ൽ അബ്ബാസി അസാനി. അടുത്ത് അൽ അബ്ബാസി അസാലിസ്. അപ്പോൾ ഈ കാലഘട്ടങ്ങൾ ബേസ് ചെയ്തിട്ട് കൊണ്ടുള്ള ഇത്തരം ഷിഅറു ദഅവ അൽ ഇസ്ലാമിയ ഇസ്ലാമിക പ്രബോധന മേഖലയിലെ കവിതകൾ. അമ്മ ഫി മജാലിൻ നസർ എന്നാൽ ഗദ്യ മേഖലയിൽ ഖദ് സദറത്തുൽ ഖിസസുൽ ഇസ്ലാമിയ ഫി അഹദിൻ നുബുവ വൽ ഖുലഫാഇർ റാഷിദീൻ ഫി മുജല്ലദൈനി ഇസ്നൈനി കബീറൈനി വലിയ 2 വാള്യത്തിലായിക്കൊണ്ട് അൽ ഖിസസുൽ ഇസ്ലാമിയ ഇസ്ലാമിക കഥകൾ ഫി അഹദിൻ നുബുവ വൽ ഖുലഫാഇർ റാഷിദീൻ പ്രവാചകൻ്റെ കാലഘട്ടത്തിലും ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലും എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വഖദ് കാന ലിസുദൂരി ഹാദിഹിൽ അസ്ഫാർ മിനൽ മൗസൂഅ ഈ ഒരു സർവ്വവിജ്ഞാനകോശത്തിൻ്റെ പുസ്തക പബ്ലിഷ് ചെയ്യുന്നതിലൂടെ അതിനുണ്ടായിട്ടുണ്ട് അസറുൻ മൽമൂസുൻ ഫി തഗ്യീരി ബഅദിൽ മുസ്ലിമാത്തിൽ അദബിയ്യൽ ഖാതിഅ അനി ശിഅരിൽ ഇസ്ലാമി ഇസ്ലാമിക കവിതകളെപ്പറ്റി തെറ്റായ നിലയിൽ മുന്നോട്ട് പോയിരുന്ന സാഹിത്യ മേഖലയിലെ മുസ്ലിം സ്ത്രീകളായ ആളുകളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കുന്നിടത്ത് വലസിയ്യമ ഫി അസ്രിൻ നുബുവത്തി വൽ ഖുലഫാഇർ റാഷിദീൻ പ്രത്യേകിച്ച് അവരുടെ കാഴ്ചപ്പാട് ഇതിനെ പറ്റിയായിരുന്നു. അസ്റുൻ നുബുവയിലും ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തെക്കുറിച്ചായിരുന്നു. അത് മാറ്റിയെടുക്കുവാൻ അദ്ദേഹത്തിന് തഗ്യീർ ഉണ്ടാക്കുവാൻ ഈ മൗസൂഅക്ക് സാധിച്ചിട്ടുണ്ട്. വഖദ് കമാ അമല الدكتور الباشا رحمه الله على توسيع نطاق التعريف بهذا الأدب اليتيم അതോടൊപ്പം തന്നെ ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ സാഹിത്യ മേഖലയ്ക്ക് അതിൻ്റെ നിർവചിക്കുന്നിടത്ത് അതിൻ്റെ ബൗണ്ടറി വിശാലമാക്കുവാനും ദക്തൂർ അൽ ബാഷക്ക് സാധിച്ചിട്ടുണ്ട്. കമാ കാന യുത്ലിഖു അലൈഹി ഫി ബഅദിൽ മുനാസിബാത്ത് അതിനെക്കുറിച്ച് പല സന്ദർഭങ്ങളായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വദാലിക മിൻ ഖിലാലി ബർനാമിജിൻ ഇദാഇയ്യിൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ റേഡിയോ പ്രോഗ്രാമിൽ സുജ്ജിലത്ത് ഹൽഖത്തുഹു അൽ ഊല അത് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൽഖ അദ്ദേഹം റെക്കോർഡ് ചെയ്തു. ഇദാഅത്തുർ റിയാദ് അത് പ്രസിദ്ധീകരിച്ചത് ഇദാഅത്തുർ റിയാദ് എന്ന സ്റ്റേഷനാണ്. അത് 30/4/1395 ഹിജ്രിയ. വഖദ് അർബഅതു ഹൽഖാതിഹി അല ഈ ഇദാഅത്തുർ റിയാദിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു ഹൽഖകളുടെ എണ്ണം അത് ഏകദേശം എത്തുന്നുണ്ട് 240ഓളം. തഹ്ത ഇസ്മി മഅ അദബി ദഅവ അൽ ഇസ്ലാമിയ അദബു ദഅവ അൽ ഇസ്ലാമിയ എന്ന പേര് മഅ അദബി ദഅവ അൽ ഇസ്ലാമിയ
അദബുദ്ദഅവ അൽ ഇസ്ലാമിയോടൊപ്പം എന്ന പേരിൽ 240ഓളം ഹൽക്കകൾ അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് നിർവഹിച്ചിട്ടുണ്ട്. വഖദ് ഖാമൽ ബാഷ ബിറസ്മി മൻഹജിൻ ഇസ്ലാമിയ്യിൻ ഫിൽ അദബി വന്നഖ്ദി, സാഹിത്യ നിരൂപണ മേഖലയിൽ ഒരു ഇസ്ലാമിക മെത്തേഡ് ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വഅമല അലാ ഇർസാഇ ഖവാഇദിഹി, അതിനാവശ്യമായ ഖാഇദകൾ, അടിത്തറകൾ, നിയമങ്ങൾ അത് അസ്ഥിവാരമിടാനും. وتبنت جامعة الإمام محمد بن سعود الإسلامية هذه الفكرة الرائدة, എത്രത്തോളം ഈ ഒരു ഉന്നതമായ കാഴ്ചപ്പാടിനെ, ചിന്തയെ ജാമിഅത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് എന്ന യൂണിവേഴ്സിറ്റി അത് മുന്നോട്ട് വന്നു. വഔസഅത് ലഹാ ഫിൽ മുഹാദറാത്തിൽ ജാമിഇയ്യ, വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ലെക്ചറുകൾ അതിന് വിശാലത വരുത്തി. ഹത്താ ഖയ്യദ ലിമാദ്ദതി മൻഹജിൽ അദബിൽ ഇസ്ലാമി അൻ തഖിഫ അലാ അർദിൻ സ്വൽബത്തിൻ ഖവിയ്യ, എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന് ഒരു മൻഹജുൽ അദബിൽ ഇസ്ലാമി, ഒരു ഇസ്ലാമിക സാഹിത്യത്തിന് വേണ്ട ഒരു കരിക്കുലം തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. എവിടെ? അത് അൻ തഖിഫ അലാ അർദിൻ സ്വൽബ ഖവിയ്യ, ശക്തമായ ഒരു ഭൂമുഖത്ത് ഉറച്ചു നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ. വ ഉൻഷി അലാ ഇസ്രിഹാ അവ്വലു ഖിസ്മിൻ ഖാസിൻ ബിഹാ ഫിൽ ആലമിൽ ഇസ്ലാമി, ഈ കരിക്കുലത്തിൻ്റെ ഡിസൈനിങ്ങിന് ശേഷം ഇസ്ലാമിക ലോകത്തിലെ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇസ്ഹാമത്തു അബ്ദുറഹ്മാൻ റഅഫത്തുൽ ബാഷ ഫി നസ്രി അൽ അറബി, അറബി ഗദ്യമേഖലയിൽ അബ്ദുറഹ്മാൻ റഅഫത്തുൽ ബാഷയുടെ കോൺട്രിബ്യൂഷൻസ്. تنوعت مؤلفات الباشا ما بين أدبية ونقدية وإسلامية وصفية وتربوية. അൽ ബാഷയുടെ രചനകൾ അവ വൈവിധ്യമായി വരുന്നുണ്ട്. ഏതൊക്കെ മേഖലയിൽ? അത് സാഹിത്യപരമായതുണ്ട്, നഖ്ദിയായതുണ്ട്, ഇസ്ലാമിക വിഷയങ്ങളുണ്ട്, അതോടൊപ്പം വസ്ഫിയ വതർബവിയ, അത് എഡ്യൂക്കേഷൻ മേഖലയുമായി ബന്ധപ്പെട്ടവയെല്ലാം ഉണ്ട്. ലാക്കിൻ അങ്ങനെയൊക്കെയാണെങ്കിൽ മഅഹ ഹദ്ഫുൻ വാഹിദുൻ, അതിലെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന സംഗതി, ലക്ഷ്യം ഒന്നായിരുന്നു. ഹുവ അൽ ഗൈർ അലാ തുറാസിൽ അജ്ദാദ്, പൂർവികരുടെ പൈതൃകത്തിനോടുള്ള അങ്ങേയറ്റത്തെ ആത്മരോഷം. മുഹാവലത്തു ബഅസിൽ ബുതൂല ഫീ നുഫൂസിൻ നാശിഅ, വളർന്നു വരുന്നവരുടെ മനസ്സിൽ ഹീറോയിസം എന്നുള്ള സംഗതി അത് ഇളക്കി വിടുക. എന്തിനോട്? ഈ പൂർവികരായ ആളുകൾ മുന്നോട്ട് വെച്ച ഈ ഇസ്ലാമിക ആശയങ്ങളോട്. വറബ്തിഹിം, അവരെ ബന്ധിപ്പിക്കുക. ബിഖിയമീഹിം, ആ പൂർവികരുടെ വാല്യൂസിനോട്. മബാദിഇഹിം അൽ ഇസ്ലാമിയ, അവരുടെ ഇസ്ലാമികമായ ആദർശങ്ങളോട് ബന്ധപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലായിരുന്നു ഇത്തരം വൈവിധ്യങ്ങളായ അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം ഒരുമിച്ച് ചേർന്നിരുന്നത്. വലഖദ് ഇഹ്തമ ബിദ്ദിറാസത്തിൽ അദബിയ്യ വൽ ലുഗവിയ്യ വൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക, അതോടൊപ്പം ഭാഷ, അതോടൊപ്പം സാഹിത്യം, ഇതിനെക്കുറിച്ചെല്ലാമുള്ള പഠനങ്ങളെ വളരെ പ്രാധാന്യപൂർവ്വം അദ്ദേഹം കണ്ടു. ഫലഹു മിനൽ അഅ്മാലിൽ അദബിയ്യ നഖ്ദിയ്യ, അദ്ദേഹത്തിന് നിരൂപണ സാഹിത്യ മേഖലയിലുള്ള വർക്കുകൾ തന്നെയുണ്ട്. ആരെപ്പറ്റി? അലി ഇബ്നുൽ ജഹ്മിനെ കുറിച്ചുള്ള. അലി ഇബ്നുൽ ജഹ്ം എന്ന ഇസ്ലാമിക അഹ്ലുസുന്നയുടെ അല്ലെങ്കിൽ അഹ്ലുൽ ഹദീസുമായി ബന്ധപ്പെട്ട ആശയങ്ങളുണ്ടായിരുന്ന പഴയകാല കവിയാണ് അലി ഇബ്നുൽ ജഹ്ം. അദ്ദേഹത്തെ പറ്റിയൊരു നിരൂപണാത്മകമായ സാഹിത്യ വർക്ക് തന്നെ റഅഫത്തുൽ ബാഷക്കുണ്ട്. അതോടൊപ്പം അദബുർ റിഹ്ല അൽ മുതമസ്സില ഫി ഷിഅരി ത്വർദ്, ഷിഅറു ത്വർദ് ഷിഅറു ത്വർദ് എന്ന ആ ഒരു കലാമേഖലയിൽ പ്രതിനിധീകരിക്കുന്ന യാത്രാ സാഹിത്യം, ട്രാവലോഗ്, അത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വതജല്ല ഇബ്ദാഉഹു റിവാഇ ഫി ദിഫാഇ അനിൽ വുജൂദിൽ വതനിൽ ഖൗമി ഫി റിവായതൈഹി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ പരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക് അത് തെളിഞ്ഞു കാണും. എന്തിലായിരുന്നു? ഫി ദിഫാഇ അനിൽ വുജൂദിൽ വതനി, ദേശീയത നിലകൊള്ളുന്ന, ദേശീയതയെ സംരക്ഷിക്കുന്ന രൂപത്തിൽ. വൽ ഖൗമി, അതോടൊപ്പം ദേശീയതയും അതോടൊപ്പം തൻ്റെ രാജ്യസ്നേഹവും ഇതൊക്കെ സംരക്ഷിച്ച് സംസാരിക്കുന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നോവൽ വർക്ക് നമുക്ക് കാണാം. ഫി റിവായത്തിഹി, രണ്ട് നോവലിൽ, അർദുൽ ബുതൂലാത്തി അർ റിവായ അസ്സാലിസ, രണ്ടെണ്ണത്തിലും. അല്ലതൈനി ആലജ ഫീഹിമാ, അത് അദ്ദേഹം കൈകാര്യം ചെയ്തത് കിഫാഹ ശഅബിൽ അറബി സൂരി, സിറിയൻ അറേബ്യൻ ജനതയുടെ ഏറ്റുമുട്ടലാണ്. ضد الاحتلال الفرنسي, ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ. മുൻദു മുവാജഹത്തിൽ ഗസ്വി ഫി മൈസ്ലോൺ ആം 1920 മിലാദിയ, 1920 മൈസ്ലോൺ നടത്തിയ യുദ്ധത്തെ അഭിമുഖീകരിച്ചത് മുതൽ ഹത്തൽ ഇസ്തിഖ്ലാലി ആം 1946 മിലാദിയ, സിറിയയുടെ മോചനമായ 1946 വരെ നടന്ന ആ ഒരു ഏറ്റുമുട്ടലിനെയാണ് അതിൽ അദ്ദേഹം കൈകാര്യം ചെയ്തത്.
അതോടൊപ്പം തനാവലത്ത് മസീറത്തുൽ കിഫാഹി, അദ്ദേഹത്തിൻ്റെ സംഘടന പ്രതിരോധ മേഖലയിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. മിൻ ഖിലാലി ഉസ്ര മുനാദില ഫഖീറ മുഅല്ലഫ മിൻ അബി ഉബാദ വ ഉമ്മി ഉബാദ വ തിഫ്ലിഹിമ അല്ലദി റദഅൽ മുഖാവമ ബാക്കിറ. അബൂ ഉബാദയും ഉമ്മു ഉബാദയും അവർ രണ്ടുപേരുടെയും കുട്ടി, ആ കുട്ടി എങ്ങനെ അല്ലദി റദഅൽ മുഖാവമ ബാക്കിറ, അത് ചെറുപ്പത്തിൽ തന്നെ മുഖാവമയെ മൊത്തിക്കുടിച്ച, മുഖാവമ എന്ന് പറഞ്ഞാൽ പ്രതിരോധം, അപ്പോൾ എതിരാളികളെ പ്രതിരോധിക്കുന്ന ആ പ്രതിരോധമെന്ന ആദർശത്തെ ചെറുപ്പം മുതൽ തന്നെ പാലൂട്ടപ്പെട്ട ആ കുഞ്ഞും അതേപോലെ അബൂ ഉബാദയും ഉമ്മു ഉബാദയും ഇവരിൽ നിന്നുണ്ടായിത്തീർന്ന ഒരു ദരിദ്ര കുടുംബം, ആ കുടുംബം നിരന്തരം സംഘടന നടത്തുന്ന കുടുംബമാണ്. ഇതിലൂടെയുള്ള സംഘടനത്തിൻ്റെ സഞ്ചാര വിഷയങ്ങളും അദ്ദേഹം ഈ നോവലിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹമലത്തുർ റിവായ അർ-റിവായ അസ്സാലിസ, അർ-റിവായ അസ്സാലിസ എന്ന നോവൽ അത് വഹിക്കുന്നുണ്ട് താബിഅൻ തർബവിയൻ ലിതഅലീമിൻ നാശിഅ, വളർന്നു വരുന്ന തലമുറയെ വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പിക്കുക എന്ന ആശയത്തെ അവയെ പ്രതിനിധീകരിക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങൾ വഹിക്കുന്നതാണ്. അതോടൊപ്പം എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത്, എങ്ങനെ പഠിപ്പിക്കണം? ഹുബ്ബൽ വതൻ, ദേശസ്നേഹം, വദ്ദിഫാഇ അൻഹു, അവ സംരക്ഷിക്കണം, രാജ്യത്തിന് വേണ്ടി പോരാടണം. ഈ വിഷയങ്ങളെയൊക്കെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു പ്രതീതിയാണ് ആ പുസ്തകത്തിലുള്ളത്. വതമീലുർ റിവായ ഇല തസ്ജീലിയ വൽ വസായിഖിയ, ഈ ഒരു നോവലിൻ്റെ ഒരു സവിശേഷത അതൊരു ഡോക്യുമെൻ്റ് രൂപത്തിലാണ്. ഫസമ്മ മഅലൂമാത്തിൻ താരീഖിയ കസീറ, അതിൽ ധാരാളം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ, ഇൻഫർമേഷൻസ് ഉണ്ട്. തുഖർരിബുഹ മിൻ മഫ്ഹൂമിർ റിവായ താരീഖിയ, അവ ഒരു ചരിത്ര നോവലിലേക്ക് എന്ന ആശയത്തിലേക്ക് അടുക്കുന്നതാണ്, അങ്ങനെ അടുപ്പിക്കുന്നതാണ്. വലഖദ് ഹറസ അൽ ബാഷ അലാ തഹ്വീൽ റിവായതിഹി ഇലാ ദർസിൻ ഫിൽ വതനിയ യഅലമുൽ അജിയാൽ മുതആഖിബ മഅന ഹുർരിയത്തുൽ വതനി മഅന ഹുർരിയത്തുൽ വതനി വസ്തിഖ്ലാലിഹി സബീലൻ ലിഹുർരിയത്തുൽ മുവാതിനി വകറാമതിഹി. ഇവിടെ ഭാഷ ആഗ്രഹിച്ചത് തൻ്റെ റിവായ മാറ്റണമെന്നാണ്. എന്തായിട്ട്? ഒരു പാഠമായിട്ട്. എന്തിനുള്ള പാഠം? ഫിൽ വതനിയ, ദേശീയബോധത്തോട് ദേശീയതയോടുള്ള പാഠം. യഅലമുൽ അജിയാൽ മുതആഖിബ, തുടർന്നു വരുന്ന തലമുറകൾ അത് പഠിക്കണം. എന്തു പഠിക്കണം? മഅന ഹുർരിയത്തുൽ വതൻ, ദേശസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആശയം എന്ത് എന്ന്, ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആശയം. വസ്തിഖ്ലാലിഹി, അവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ആശയം എന്താണ്? സബീലൻ ലിഹുർരിയത്തുൽ മുവാത്തിനി, അത് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സംഗതിയാണ്. വകറാമത്തിഹി, ഓരോ വ്യക്തിയുടെയും ആദരിക്കുന്ന, മാന്യത കാണിക്കുന്ന വഴിയാണ്. അപ്പോൾ ആ നിലക്ക് രാജ്യസ്നേഹം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന ആശയം തുടർന്നു വരുന്ന തലമുറകളെ പഠിപ്പിക്കാൻ പറ്റുന്ന, അങ്ങനത്തെ ദേശീയത പറഞ്ഞു കൊടുക്കുന്ന, പഠിപ്പിക്കുന്ന ആ രൂപത്തിലാണ് ഈ റിവായ ഉണ്ടായിരിക്കേണ്ടത്. അതിലേക്കാണ് റിവായ അദ്ദേഹം കൊണ്ടുവന്നത്. വഖദ് അസ്ദറ ദക്തൂർ അബ്ദുറഹ്മാൻ അൽ ബാഷ 48 കിതാബൻ, 48 പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. മിൻ അഷ്ഹുരിഹ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് സൂറത്തും മിൻ ഹയാത്തി സ്വഹാബ, വസൂവറും മിൻ ഹയാത്തി സ്വഹാബിയാത്ത്, വസൂവറും മിൻ ഹയാത്തി താബിഈൻ, സ്വഹാബികളുടെ താബിഈങ്ങളുടെ ജീവചരിത്രങ്ങൾ. വനഹ്വ മദ്ഹബിൻ ഇസ്ലാമിയ്യിൻ ഫിൽ അദബി വന്നഖ്ദി വൽ ബുതൂല വഹദസുൻ ഫി റമളാൻ വദ്ദീനുൽ ഖയ്യിം വഅർദുൽ ബുതൂലാത്ത് വഫന്നുദ് ദിറാസ വഫന്നുൽ ഇംതിഹാനാത്ത് ബൈന അത്വാലിബ് വൽ മുഅല്ലിം والعدوان على العربية عدوان على الإسلام والطريق إلى الأندلس لمحات وقطوف. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ രചനകളാണ്. വഫീമ യഅതി നുബ്ദ മുഖ്തസിറ അൻ കുല്ലി മുഅല്ലഫിൻ, എല്ലാ രചനകളെപ്പറ്റിയും ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു വിവരണം കടന്നു വരുന്നതാണ്. തമ്മ ഇഖ്തിബാസുഹ അമ്മാ നശറത്ഹു ദാറുൽ അദബിൽ ഇസ്ലാമി ലിന്നശ്രി വത്തൗസീഇ സാഹിബത്ത് ഇത്തിബാഅത്ത് അശ്ശർഇയ്യ ലിമുഅല്ലിഫാത്ത് അബ്ദുറഹ്മാൻ റഅഫത്തുൽ ബാഷ. അദ്ദേഹത്തിൻ്റെ അബ്ദുറഹ്മാൻ റഅഫത്തുൽ ബാഷയുടെ രചനയുടെ പബ്ലിഷർ കൂടിയായിട്ടുള്ള ദാറുൽ അദബിൽ ഇസ്ലാമി അവർ ആണ് പബ്ലിഷ് ചെയ്തത്. അവർ ആ പുസ്തകത്തെപ്പറ്റി പരാമർശിച്ച കാര്യമാണ് നാം ഇവിടെ കോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. വനശറഹു ഐദൻ അൽ ഉസ്താദ് മുഹമ്മദ് സയ്യിദ് ബറഖ, അതോടൊപ്പം ഈ ഒരു വിവരങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആര്? മുഹമ്മദ് സയ്യിദ് ബറക്കയും. ഫി മൗഖിഇ റാബിതത്തി ഉദബ ഇഷാം, റാബിതത്തു ഉദബ ഇഷാം എന്ന അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലും. അതിൽ നിന്നാണ് നാം അത് കോട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഓരോ പുസ്തകത്തെപ്പറ്റിയും നമുക്ക് ചെറിയ രൂപത്തിൽ, മുഖ്തസറായ രൂപത്തിൽ പരിചയപ്പെടാം. മിൻ ഹയാത്തി സ്വഹാബ, സ്വഹാബികളുടെ ജീവിതത്തിൻ്റെ നേർചിത്രങ്ങൾ. هذا الكتاب يعرض صورا من حياة مجموعة من نجوم الهداية. ഈ പുസ്തകം അത് അവതരിപ്പിക്കുന്നത്, അത്
ജീവിതത്തിന് നേർചിത്രങ്ങളാണ്. ആരുടെ? മജ്മൂഅത്തിൻ മിൻ നുജൂമിൽ ഹിദായ, നേർമാർഗത്തിൻ്റെ നക്ഷത്രങ്ങളായ സ്റ്റാറുകളായ ഒരു കൂട്ടം സ്വഹാബികളുടെ. അല്ലത്തി നശഅത്ത് ഫി അഹ്ദാനിൽ മദ്രസ അൽ മുഹമ്മദിയ. ആ സ്റ്റാറുകൾ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്ത വിദ്യാലയത്തിൻ്റെ മടിത്തട്ടിൽ വളർന്നു വന്നവരാണ്. ആ പുസ്തകത്തിൻ്റെ രീതി ബി ഉസ്ലൂബിൻ, ഒരു ശൈലിയാണ്. ജമഅ ബൈനൽ ബലാഗ അൽ അദബിയ വൽ ഹഖീഖ അത്താരിഖിയ, ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്കിടയിലും സാഹിത്യ സമ്പുഷ്ടമായ ബലാഗ നിറഞ്ഞ വാചകങ്ങൾക്കിടയിലും സമാഹരിക്കുന്ന, അവക്കിടയിൽ ജംഉ ചെയ്യുന്നൊരു ശൈലി. ഫയജിദു ത്വാലിബുൽ ഉസ്ലൂബിൽ ഇൻഷാഇ ഫി ഹാദൽ കിതാബി ബുഗ്യതുഹു, ഒരു ഇൻഷാഇയായ ക്രിയേറ്റീവായ ശൈലിയെക്കുറിച്ച് പഠിക്കണമെന്നൊരു ആഗ്രഹിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് അവൻ തേടുന്നതെന്തോ അവൻ്റെ ബുഗ്യത്ത്. അപ്പോൾ അവനതിൽ ബുഗ്യതഹു, അവൻ്റെ ബുഗ്യത്ത് അവനതിൽ കണ്ടെത്തും, അവൻ തേടുന്നത് കണ്ടെത്തും. വനാഷിദുൽ ഫന്നിൽ ഖിസസി തുൽബതഹു, ഒരു കഥ എന്ന കലയെ അന്വേഷിക്കുന്നവൻ അവൻ അന്വേഷിക്കുന്നതും ഈ ഗ്രന്ഥത്തിൽ കാണാം. വസാഇ ഇല തഅസ്സി ബിൽ കിറാമി മാ യുർദീഹി വയുഗ്നീഹി, മാന്യന്മാരായ മഹാരഥന്മാരായ ആളുകളെ പിൻപറ്റാൻ വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തിക്ക് അവൻ ആഗ്രഹിക്കുന്നതും അവനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യവും കണ്ടെത്താം. വൽ ബാഹിസ് അനിൽ ഹഖീഖ അത്താരിഖിയ മാ യഫി ബിഗർദിഹി, ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുന്ന, അന്വേഷിക്കുന്ന, ഗവേഷണം നടത്തുന്ന ഗവേഷക വിദ്യാർത്ഥിക്ക് അവൻ്റെ ലക്ഷ്യവും ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ കണ്ടെത്താൻ സാധിക്കും. വയുഅദ്ദു ഹാദൽ അമലു മിൻ അഹമ്മിൽ കുതുബ് അല്ലത്തി തനാവലത്ത് സീറത അസ്വഹാബ റിദ്വാനുല്ലാഹി അലൈഹിം, സ്വഹാബികളുടെ ജീവചരിത്രം ഇത് കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലെ ഏറ്റവും പ്രകടമായ ഗ്രന്ഥമാണ്, ഏറ്റവും പ്രസിദ്ധമായ ഒരു വർക്കാണ് ഈ പുസ്തകം. യുഖദ്ദിമുൽ കിതാബു സീറത 15 സ്വഹാബിയൻ, 65 സ്വഹാബികളുടെ ചരിത്രം ഈ ഗ്രന്ഥം അവതരിപ്പിക്കുന്നു. മിനൽ മുഹാജിരീൻ വൽ അൻസാർ, മുഹാജിർ അൻസാരികളായിട്ടുള്ള, മിൻ ഖിലാലി ഖിസസിൻ, കഥകളായി, വഹിക്കായാത്തിൻ, മറ്റു ഉദ്ധരണികളായി, തുബ്രിസു ജവാനിബ മുഖ്തലിഫ മിൻ ഹയാത്തിഹിം, അതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെ പ്രകടമാക്കുന്നവയാണ്. തുസല്ലിതു ദൗഅ അലാ അഖ്ലാഖിഹിം, ആ കഥകളും ഉദ്ധരണികളും അവരുടെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. വഫദാഇലിഹിം, അവരുടെ നേട്ടങ്ങളിലേക്ക്, ശ്രേഷ്ഠതകളിലേക്ക്, വ ഇൻജാസാത്തിഹിം, അവരുടെ നേട്ടങ്ങളിലേക്കും. ഇത്തബഅൽ മുഅല്ലിഫു മൻഹജൻ സഹിലൻ വസലിസ ഫി സർദിൽ ഖിസസ്, കഥാ ആഖ്യാന രീതിയിൽ വളരെ സ്മൂത്തായ ലളിതമായ ഒരു മെത്തേഡാണ് ഗ്രന്ഥകാരൻ സ്വീകരിച്ചിട്ടുള്ളത്. മുസ്തഖ്ദിമൻ ലുഗതൻ വാദിഹതൻ, വ്യക്തമായ ഭാഷ സ്വീകരിച്ചുകൊണ്ട്, മുബാശിറത്തൻ, ഡയറക്റ്റായിട്ട്, തുനാസിബ് മുഖ്തലിഫൽ ഫിആത്തിൽ ഉമരിയ, എല്ലാ വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ അനുയോജ്യമായ രൂപത്തിൽ. കമാ ഹറസ അലാ റബ്തി സീറത്തി സ്വഹാബ ബിൽ വാഖിഇൽ മുആസിർ, അതോടൊപ്പം തന്നെ ഈ സ്വഹാബികളുടെ ചരിത്രത്തെ ഇന്നത്തെ സമകാലിക സംഭവങ്ങളുമായി കണക്ട് ചെയ്യാനും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. വസ്തഖ്ലസൽ ഇബറ വദ്ദുറൂസ മിൻ മവാഖിഫിഹിം വതസറുഫാത്തിഹിം, അവരുടെ ഇടപെടൽ, അവരുടെ നിലപാടുകൾ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ, ഗുണപാഠങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഗ്രന്ഥകാരൻ ശ്രമിച്ചിട്ടുണ്ട്. മുമയ്യിസാത്തുൽ അൽ കിതാബ്, ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷതകൾ. ഒന്ന്, ഷുമൂലിയത്തുൽ കിതാബ്, ഈ ഗ്രന്ഥത്തിൻ്റെ സമഗ്രതയാണ് ഒരു പ്രത്യേകത. യുഗത്തി അൽ കിതാബു സ്വഹാബത്തിൻ മിൻ മുഖ്തലിഫിൽ മറാഹിലി വൽ ഫതറാത്തി താരിഖിയ, വ്യത്യസ്ത ചരിത്ര ഘട്ടങ്ങളിലൂടെ ജീവിച്ചു പോയ സ്വഹാബികളുടെ ചരിത്രത്തെ ഈ പുസ്തകം ആവരണം ചെയ്യുന്നുണ്ട്. മിമ്മയം നഹുൽ ഖാരി, അത് വായനക്കാരന് സൗകര്യപ്പെടുത്തുന്നു, നൽകുന്നു. നദറ ഷാമില അല താരിഖിൽ ഇസ്ലാം, ഇസ്ലാമിക ചരിത്രത്തിലേക്കുള്ള ഒരു സമഗ്രമായ നോട്ടമാണ് എന്ന്, അല്ലെങ്കിൽ അതിലേക്കുള്ള എത്തിനോട്ടമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു സവിശേഷതയാണ്. മറ്റൊന്ന് തനവ്വുൽ ഖിസസി, വൈവിധ്യങ്ങളായ കഥകൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. യുഖദ്ദിമുൽ കിതാബു ഖിസസൻ മുതനവ്വിഅ, വ്യത്യസ്ത കഥകൾ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നുണ്ട്. തുബ്രിസു ജവാനിബ മുഖ്തലിഫ മിൻ ഹയാത്തി സ്വഹാബ, അതൊക്കെയും സ്വഹാബികളുടെ ജീവിതത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നവയാണ്. മിൻ സോബരിഹിം, അതവരുടെ ക്ഷമയെപ്പറ്റിയായിരിക്കും. വജിഹാദിഹിം, അവരുടെ പ്രയത്നമാണ്. ഇലാ കറമിഹിം വഫദ്ലിഹിം, അതോടൊപ്പം അവരുടെ ശ്രദ്ധയിലേക്കും അവരുടെ ഉന്നതിയിലേക്കും എത്താനുള്ള അവരുടെ പ്രയത്നങ്ങൾ, ജിഹാദുകൾ, അവരുടെ സബറുകൾ, ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു. മറ്റൊരു സവിശേഷത സുഹൂലത്തുൽ ഉസ്ലൂബി, ലളിതമായ ശൈലിയാണ് എന്നുള്ളതാണ്. തമയ്യസ ഉസ്ലൂബു അൽ കാത്തിബി ബിൽ വുദൂഹി വസ്സലാസ, എഴുത്തുകാരൻ്റെ ശൈലി വളരെ ലളിതവും അത് വളരെ സിമ്പിളുമായിരുന്നു. മിമ്മ യജ്അലുൽ കിതാബ സഹിലൽ ഫഹ്മി വൽ ഖിറാഅ, ഇത് വായിക്കുന്ന വായനക്കാരന്
ആ ഗ്രന്ഥം വളരെ വേഗത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുന്നു, സഹായിക്കുന്നു. മറ്റൊന്നൽ ഫായിദ ഉൽ ഇബ്ര, ഓരോ പാഠത്തിലുമുള്ള ഇബ്രത്തും ഫായിദയുമാണ്. യസ്ഖറു അൽ കിതാബു, ഈ ഗ്രന്ഥം അത് സമ്പന്നമാണ്. ബിൽ അദീദ് മിന ദുറൂസ്, ധാരാളം പാഠങ്ങൾ അതിലുണ്ട്. വൽ ഇബർ, ഗുണപാഠങ്ങളും. അല്ലത്തി യുംകിനുൽ ഖാരിഇ തത്ബീഖഹ ഫി ഹയാത്തിഹി അൽ യൗമിയ, വായനക്കാരൻ തൻ്റെ ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ സൗകര്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഗുണപാഠങ്ങളും പാഠങ്ങളും അവ ധാരാളം അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഹുദിയ കിതാബു സുവരിൻ മിൻ ഹയാത്തി സ്വഹാബ, സുവറും മിൻ ഹയാത്തി സ്വഹാബ എന്ന ഗ്രന്ഥത്തിന് സൗഭാഗ്യം ലഭിച്ചു. ബിഹ്തിമാമിൻ കബീരിൻ മിനൽ ഖുറാഇ, ധാരാളം വായനക്കാരുടെ പ്രാധാന്യത്തോടുകൂടി അതിനെ സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട്. മുൻദു സുദൂരിൽ അവലി ആമൽ 1975 മിലാദിയ, 1975 അവ ആദ്യമായി പ്രസിദ്ധീകരിച്ച കാലം മുതൽ തന്നെ. തമ്മത്ത് തർജമതുഹു ഇലൽ അദീദ് മിനൽ ലുഗാത്ത്, അതോടൊപ്പം ധാരാളം ഭാഷയിലേക്ക് അത് ഭാഷാന്തര വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വതുബിഅത മിൻഹു മലായീനുൻ നുസുഖ്, മില്യൺ കണക്കിന് കോപ്പികൾ അവ പബ്ലിഷ് ചെയ്യപ്പെട്ടു. മിമ്മാ ജഅലഹു മിൻ അക്സറിൽ കുതുബിൽ ഇസ്ലാമിയ്യത്തി ഇന്തിഷാറൻ, അതൊക്കെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായ രൂപത്തിൽ പ്രിന്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥമായി മാറുന്ന പദവിയിലേക്ക് ആ ഗ്രന്ഥം എത്തി. യുഅദ്ദുൽ കിതാബ് മർജഅൻ ഗനിയൻ, അത് ഒരു സമ്പന്നമായ അവലംബകൃതി കൂടിയാണ്. ബിൽ മഅലൂമാത്തി അൻ സീറത്തി സ്വഹാബ റിദ്വാനുല്ലാഹി അലൈഹിം, സ്വഹാബത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി അറിയാനുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്പന്ന അവലംബകൃതി കൂടിയാണ്. യുഖദ്ദിമുൽ കിതാബു ലിൽ ഖാരിഇ, ഗ്രന്ഥകാരൻ വായനക്കാരന് സമ്മാനിക്കുന്നുണ്ട് റിഹ്ലതൻ, ഒരു യാത്ര. അബ്റ സഫഹാത്തി താരീഖിൽ ഇസ്ലാമി, ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ. വയുഅരിഫുഹു, അവനെ വായനക്കാരൻ അറിയിക്കുന്നുണ്ട് ബി അഖ്ലാഖിൻ, സ്വഭാവങ്ങളെ, ധാർമ്മികതകളെ. വഫദാഇല, അതോടൊപ്പം ഫദാഇലി സ്വഹാബ, സ്വഹാബത്തിൻ്റെ സവിശേഷതകളും ശ്രേഷ്ഠതകളും. വ ഇൻജാസാത്തിഹിം, അവരുടെ നേട്ടങ്ങളും. വയുഖദ്ദിമു ലഹുൽ അദീദ്, അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട് വായനക്കാരന് ധാരാളം മിനദ് ദുറൂസ് വൽ ഇബർ, ഗുണപാഠങ്ങൾ. അല്ലത്തി യുംകിനു തത്ബീഖഹ ഫിൽ ഹയാത്തിൽ യൗമിയ, നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ. മറ്റൊന്ന് സുവറും മിൻ ഹയാത്തി സ്വഹാബിയാത്ത്, അദ്ദേഹത്തിൻ്റെ വേറെ ഗ്രന്ഥമാണ്. ഹാദൽ കിതാബു യജൂബു ബിനാ ഫീ റിഹാബി ഹയാത്തിൽ മർഅത്തിൽ മുസ്ലിമ, ഈ ഗ്രന്ഥം നമ്മെ കൊണ്ടുപോകുന്നത് മുസ്ലിം പെണ്ണിൻ്റെ ജീവിത പരിസരത്തേക്കാണ്. അല്ലത്തി ആശത്ത് ഫി കനഫിർ റസൂൽ അൽ കരീം, മഹാനായ റസൂലിൻ്റെ പരിസരത്ത് ഓരത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്ന. മിൻ ഖിലാലി സുവരിൻ മുതഅദ്ദിദ തുഅബ്ബിറു അനിൽ മൻഹജൽ ഇസ്ലാമിൽ ഖവീം, അതോടൊപ്പം തന്നെ അത് അവതരിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ നേരെ ചൊവ്വയുള്ള മെത്തേഡിനെ പറ്റിയുള്ള കൃത്യമായ മൻഹജ്, ആ രീതിയെപ്പറ്റിയുള്ള കൃത്യമായ വിവരണം നൽകുന്ന വ്യത്യസ്തങ്ങളായ രീതികൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അല്ലദീ വദഅൽ അസാസ്, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം ലിഹുഖൂഖിൽ മർഅത്തി വാജിബാത്തിഹ, പെണ്ണിൻ്റെ അവകാശങ്ങളും അവരുടെ ബാധ്യതകളും എന്നുള്ളതാണ്. അതിൽ നിന്നുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ മെത്തേഡ്, ഇസ്ലാമിൻ്റെ രീതിശാസ്ത്രം ഇത് കൃത്യമായി ചിത്രീകരിക്കുന്ന ഗ്രന്ഥമെന്ന് പറയാം. ഫതഹത്ത് ലില്ലഹു, അതിൻ്റെ തണലുകൾ തുറന്നു വെച്ചു. ബായഅത്ത് അലാ മാ ബായ അലൈഹി റിജാൽ, അതുപോലെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മാ ബായ അലൈഹി റിജാൽ, പുരുഷന്മാർ ബൈഅത്ത് ചെയ്ത പോലെ സ്ത്രീകളും ബൈഅത്ത് ചെയ്തു. വറസമ തസ്മാ മആനിൽ ബദ്ലി വൽ അതാഇ ഫീ സബീലി ദാലിക്, ആ വഴിയിൽ കൊടുക്കലിൻ്റെ ചെലവഴിക്കലിൻ്റെ ഏറ്റവും മകുട ഉദാഹരണങ്ങൾ വരച്ച് കാണിക്കുന്നുണ്ട് ദാനധർമ്മത്തിൻ്റെ. വലം തഖ്തസിർ ഖസാഇലുൽ മർഅത്തിൽ മുസ്ലിമ, അങ്ങനെ നോക്കുമ്പോൾ അവർ ബൈഅത്ത് ചെയ്ത് അവരവകാശങ്ങൾ, അവർ ദാനധർമ്മം നടത്തിയത് സ്വഹാബ വനിതകൾ, ഇതൊന്നും ലം തഖ്തസിർ ഖസാഇലുൽ മർഅത്തിൽ മുസ്ലിമ, ഒരു മുസ്ലിം പെണ്ണിൻ്റെ സവിശേഷതകൾ പരിമിതമാകുന്നില്ല. അല അന്നഹ മുഅ്മിന റാസിഖത്തുൽ ഈമാൻ, ആഴമേറിയ വിശ്വാസമുള്ള ഒരു വിശ്വാസിനിയായി എന്നുള്ളതിൽ മാത്രം. വസൗജൻ വ ഉമ്മൻ, അതോടൊപ്പം അവൾ ഒരു ഇണയാണ്, ഒരു ഉമ്മയാണ്. മിനത്തിറാസിൽ അവൽ, ഒന്നാമത്തെ മോഡലായിട്ടുള്ള ഒരു മാതാവാണ്, ഒരു ഭാര്യയാണ്. റബ്ബത്ത് ഫഅഹ്കമത്ത്, അവൾ വളർത്തുന്നുണ്ട്, ആ മേഖലയിൽ അവൾ മികച്ചവളാകുന്നുണ്ട്. ഉസീബത്ത് ഫഹ്തസബത്ത്, അവൾക്ക് പലതും
ബാധിക്കുന്നുണ്ട്, അതിലവൾ ക്ഷമിക്കുന്നുണ്ട്, അപ്പോൾ അവൾക്ക് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഒരു പെണ്ണ്. ഇത് മാത്രമല്ല, ഇവിടെ മാത്രം പരിമിതമല്ല. ബൽക്കാനത്ത് ഫൗഖദാലിഹി കുല്ലിഹി, എന്നാൽ അവൾ ഇതിനെല്ലാം അപ്പുറം മുനാദില ഫീ സബീലിൽ ഖൈരി, അൽ ഖൈറിൻ്റെ മാർഗത്തിൽ അഥവാ ഇസ്ലാമാകും നന്മയുടെ വഴിയിൽ അവൾ പോരാടിയവളാണ്. ഫഹാദത്തിൽ മആരിക, യുദ്ധങ്ങളിൽ അവൾ ബോധപൂർവം അല്ലെങ്കിൽ ഹാദത്ത് അതിലേക്ക് നന്നായിട്ട് ഇടപഴകിയവളാണ് അവൾ. വലമദത്തിൽ ജുറാഹ്, മുറിവ് പറ്റിയിട്ടുണ്ട് അവൾക്ക്. വഹമലത്തി സാദ്, അവൾ സാദ് വഹിച്ചു പോയിട്ടുണ്ട്, യാത്ര പോയിട്ടുണ്ട്. വാസ്ലഹത്തി സിഹാം, അവൾ അമ്പ് മിനുസപ്പെടുത്തിയിട്ടുണ്ട്. വസബക്കത്തിൽ വസക്കബത്തിൽ ഫി ഹുലൂഖിൽ അത്താഷ്, ദാഹിച്ച് വലഞ്ഞവന് തൊണ്ടയിലേക്ക് വെള്ളം ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നഹ ഹയാത്തുൽ മർഅത്തി സ്വാലിഹ, ഒരു സ്വാലിഹായ പെണ്ണിൻ്റെ ജീവിതമാണത്. ബികുല്ലി മാ ഫീഹാ മിൻ സുമൂവിൻ വഫഖാരിൻ, എല്ലാവിധ പ്രൗഢിയും ഉയർച്ചയും ഉൾക്കൊള്ളുന്ന സ്വഹാബ വനിതകളായിട്ടുള്ള സ്വാലിഹത്തായ പെണ്ണിൻ്റെ ജീവിതമാണ് ആ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ വരച്ചു കാണിക്കുന്നത്. മറ്റൊന്ന് സുവറും മിൻ ഹയാത്തി താബിഈൻ, താബിഈങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർ, ചില ചിത്രങ്ങൾ. യഅരിദുൽ കിതാബു സുവറൻ വാഖിഇയ്യ മുശ്രിഖ മിൻ ഹയാത്തി മജ്മൂഅത്തിൻ മിൻ അഅലാമി താബിഈൻ, താബിഈ മഹാരഥന്മാരിൽ നിന്നൊരു കൂട്ടം ആളുകളുടെ ജീവിതത്തിലെ ശോഭിക്കുന്ന യാഥാർത്ഥ്യ ജീവിതത്തിൻ്റെ ചിത്രങ്ങൾ ഈ പുസ്തകം അവതരിപ്പിക്കുന്നുണ്ട്. അല്ലദീന ആഷു ഖരീബൻ മിൻ അസ്രിൻ നുബുവ, പ്രവാചകത്വ കാലഘട്ടത്തിൻ്റെ സമീപകാലത്ത് ജീവിച്ചു പോയിട്ടുള്ള. വതലമ്മദു അലാ ഐദി റിജാലിൽ മദ്രസത്തിൽ മുഹമ്മദിയൽ ഊല, ഒന്നാമത്തെ മുഹമ്മദ് നബിയുടെ പാഠശാലയിൽ നിന്ന് പഠിച്ച ആ വ്യക്തികൾ, സ്വഹാബികൾ, അവരുടെ കൈകളിലൂടെ ശിഷ്യത്വം ലഭിച്ചിട്ടുള്ള. ഫഇദാഹും, അപ്പോൾ അവർ സൂറത്തുൽ സ്വഹാബത്തി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ നേർചിത്രം തന്നെയാണ് ഇവരും. ഫി റുസൂഖിൽ ഈമാൻ, ഈമാനിൻ്റെ വിഷയത്തിൽ. വതആലി അൻ അറദി ദുനിയ, ദുനിയാവിൻ്റെ വിഭവങ്ങളിൽ നിന്ന് അകലുന്ന വിഷയത്തിൽ. വത്തഫാനി ഫി മർദാത്തില്ല, അള്ളാഹുവിൻ്റെ സംതൃപ്തിയിൽ അവർ അലിഞ്ഞു ചേരുന്ന വിഷയത്തിൽ. വകാനു ഹൽഖതൻ മുഹക്കമതൻ മുഅസ്സറതൻ ബൈന ജീലി സ്വഹാബത്തി റിദ്വാനുല്ലാഹി അലൈഹിം, കഴിഞ്ഞ സ്വഹാബത്തിൻ്റെ തലമുറകൾക്കിടയിലെ സ്വാധീനമുള്ള ഒരു കണ്ണിയാണവർ. അതോടൊപ്പം വജീലി അഇമ്മത്തിൽ മദാഹിബ് വമൻ ജാഅ ബഅദഹും, അവർക്ക് ശേഷം വന്ന ഇമാമുകളുടെ മദ്ഹബിൻ്റെ ഇമാമുകൾക്കിടയിലും അതോടൊപ്പം മുമ്പ് കാലത്ത് ജീവിച്ചു പോയ സ്വഹാബത്തിൻ്റെ ഇടയിലും വിളക്കി ചേർക്കാവുന്ന ഒരു കണ്ണിയാണവരെന്ന് പറയാം. വഹിയ ലൈസത്ത് തറാജിമു കാമില, ഈ പുസ്തകം അവരുടെ പൂർണ്ണമായ ജീവചരിത്രമല്ല. ഔ തറാജിമ തഖ്ലീദിയ, അല്ലെങ്കിൽ പരമ്പരാഗതമായ ജീവചരിത്ര രീതിയല്ല. യുദ്ക്റു ഫീഹി ഇസ്മു താബിഈ വനസബഹു വമറാഹില ഹയാത്തിഹി, പരമ്പരാഗത രീതി എന്ന് പറഞ്ഞാൽ ഒരു താബിഈൻ്റെ പേര് പറയും, കുടുംബ മഹത്വം പറയും, കുടുംബ പാരമ്പര്യം പറയും, ജീവിതഘട്ടങ്ങൾ പറയും. ആ രൂപത്തിലുള്ള ഒരു തറാജമിൻ്റെ രീതിയല്ല. അങ്ങനെയല്ല. വലാകിന്നൽ കിതാബ, എന്നാൽ ഈ ഗ്രന്ഥം യൽതഖിതു സുവറൻ മിൻ ഹയാതി കുല്ലി താബിഈൻ, എല്ലാ താബിഈയുടെയും ജീവിതത്തിൽ നിന്നുള്ള നേർചിത്രങ്ങളെ പെറുക്കിയെടുക്കുകയായിരുന്നു. വഫി ബഅദിൽ അഹ്യാൻ, ചില സമയങ്ങളിൽ ഖദ് യക്തുബുൽ കാതിബു അൻ അബി താബിഈ, ചില സമയങ്ങളിൽ അതാ ആ എഴുത്തുകാരൻ ആ താബിഈൻ്റെ പിതാവിനെ കുറിച്ച് എഴുതുന്നു. വിലാദത്തിഹി, ചില സമയങ്ങളിൽ അവൻ്റെ ജനനത്തെ പറ്റി പറയുന്നുണ്ട്. വഅദിൽ അഹദാസി അല്ലതി വജദതു താബിഈ ഔ ഖബ്ലഹു, ചിലപ്പോൾ ആ താബിഈൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള താബിഈക്കൊപ്പം ഉണ്ടായ ചില സംഭവങ്ങളെ പറയും, അല്ലെങ്കിൽ താബിഈക്ക് മുമ്പുണ്ടായ സംഭവങ്ങളെ പറ്റി പറയും. ബിഹൈസു യുഖ്ബിറുക മൻ ആശ മഅഹു, അതൊക്കെയും നിനക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു തരും. ഈ താബിഈ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിനെ പിന്തുടർന്ന് വന്ന പിൻതലമുറയിൽപ്പെട്ട ആളുകൾ, അവരുടെ വിവരങ്ങൾ, അവരാരെ കൂടെയൊക്കെ ജീവിച്ചു എന്ന കാര്യം അവരറിയിച്ചു തരും. ഈ പുസ്തകത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഫി അസ്രിഹി, അദ്ദേഹത്തിൻ്റെ കാലക്കാരായിട്ടുള്ള മിൻ ഉലമാ വ ഖുലഫാ, ഉലമാക്കളിൽ നിന്നാരൊക്കെ, ഖുലഫാകളിൽ നിന്നാരൊക്കെ, വമാഹിയൽ അഹ്ദാസ് അല്ലതി ദാറത് ഹൗലഹു, അവരുടെ ചുറ്റും ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെ, അതൊക്കെ മനസ്സിലാക്കി തരുന്ന രൂപത്തിലാണ് അതേ കിതാബു സലീസിൻ വ ജമീലിൻ മലീഇൻ ബിൽ ഫവായിദി വൽ ഹികമി വൽ ഇലാത്തി വൽ ഇബർ, ധാരാളം ഗുണപാഠങ്ങൾ, സതുപദേശങ്ങൾ, തത്വങ്ങൾ, നേട്ടങ്ങൾ, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ, വശ്യമായ, ലളിതമായ രീതിയിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചന അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത്. യുഖദ്ദിമുൽ കാതിബു ലിൽ ഖാരിഇ റിഹ്ലതൻ അബറ സ്വഫഹാത്തി താരീഖിൽ ഇസ്ലാമി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെയുള്ള ഒരു യാത്ര വായനക്കാരൻ, എഴുത്തുകാരൻ സമ്മാനിക്കുന്നു. ഹൈസു യുസല്ലിതു ദൗഅ
അല ഹയാത്തിൽ അദീദ് മിന താബിഈൻ. ആ യാത്രക്കിടയിൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഒരു കൂട്ടം താബിഈകളുടെ ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളെയാണ്. മിൻ മുഖ്തലിഫി തബഖാത്തിൽ ഇജ്തിമാഇയ്യ, അവരാകട്ടെ സാമൂഹിക ചുറ്റുപാടുകളിൽ വ്യത്യസ്ത കാറ്റഗറിയിൽ ജീവിച്ചവരാണ്. ബദ്അൻ മിനൽ ഫുഖഹാഇ വൽ ഉലമാ, ആ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരും അതുപോലെ ഫുഖഹാക്കളുമുണ്ട്. മുറൂറൻ ബിസ്സുഹാദി വൽ ഖുറാഇ, ആ യാത്രങ്ങൾ തുടർന്ന് പോകുമ്പോൾ അവരിൽ കുറേ സാഹിദുകളെ കാണാം, ഈ ലോകത്തോട് വിരക്തി കാണിക്കുന്ന ആളുകളെ കാണാം, കുറേ ഖുർആൻ പാരായണക്കാരെ കാണാം. ഉസൂലൻ ഇലൽ ഹുക്കാമി വൽ ഖാദ്ദ, ആ യാത്ര തുടരുമ്പോൾ പിന്നീട് അത് എത്തിച്ചേരുന്നത് ചില ഭരണാധികാരികൾ, ചില നേതാക്കന്മാർ, അങ്ങനത്തെ താബിഈങ്ങൾ. യജ്സിദുൽ കിതാബ് മസീദൻ ഫരീദൻ മിന താരീഖി വസീറ അദ്ദാത്തിയ, അങ്ങനെ വരുമ്പോൾ ഈ ഗ്രന്ഥം അവ മിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നു, ചരിത്രത്തിൻ്റെ പല ഭാഗങ്ങളും അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗങ്ങളെയും തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഹൈസു യജ്മഉ ബൈന സർദിൽ അഹ്ദാഥി താരീഖിയ, അതിൽ ചരിത്രപരമായ സംഭവങ്ങളുടെ ആഖ്യാനങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നുണ്ട്. മഅ വസ്ഫി ശഖ്സിയാത്തി താബിഈന വഖസാഇസിഹിം, അതോടൊപ്പം താബിഈങ്ങളുടെ അവരുടെ ക്യാരക്ടർ ചിത്രീകരിക്കുന്നു, അവരുടെ സവിശേഷതകൾ പറയുന്നു. വതഹ്ലീൽ അഫ്കാരിഹിം വ ആറാഇഹിം, അവരുടെ ചിന്തകളും അവരുടെ അഭിപ്രായങ്ങളും അപഗ്രഥിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ. മുമയ്യിസാത്തുൽ കിതാബ്, ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? അവിടെ 4 സവിശേഷത കാണാം. ഒന്ന് അൽ ഉസ്ലൂബു വസ്സഹൽ, ലളിതമായ ശൈലിയാണ്. യതമയ്യസുൽ കിതാബ് ബി ഉസ്ലൂബിഹി സഹൽ അൽ മുബ്സത്ത്, വളരെ ലളിതമായ സിമ്പിളായ ശൈലി കൊണ്ട് ഈ ഗ്രന്ഥം വ്യതിരിക്തമാകുന്നു. ബഈദൻ അനി തഅഖീദാത്തിൽ ലുഗവിയ്യ, ഭാഷാപരമായ ഒരു കെട്ടുകൊടുക്കും അവിടെയില്ല. മിമ്മ യജ്അലുഹു മുതാഹൻ ലി ജമീഇ ഫിആത്തിൽ ഖുറാഇ, വായനക്കാരൻ്റെ ഏത് തട്ടിലുള്ള ആളുകൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ, അവർക്ക് സൗകര്യമൊരുക്കുന്ന രൂപത്തിലുള്ള ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഷുമൂലിയ്യ, അതിലെ സമഗ്രതയാണ്, ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. യുഗത്തിൽ കിതാബ് സീറത്ത ഹയാത്തിൽ അദീദ് മിന താബിഈന മിൻ മുഖ്തലിഫിൽ ബുൽദാനിൽ അറബിയ്യ, അറബ് ലോകത്ത് വ്യത്യസ്ത ലോകത്ത് ജീവിച്ചിരുന്ന വ്യത്യസ്തരായ താബിഈകളുടെ ഒരു കൂട്ടം ജീവചരിത്രം ഉൾക്കൊള്ളുന്നതാണ്, അവയെ സമഗ്രമായി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷത. മിമ്മ യുഖദ്ദിമു ലിൽ ഖാരിഇ സൂറ ശാമില അൻ ജീലി താബിഈൻ, അതോടൊപ്പം ഇത് വായിക്കുന്നതിലൂടെ വായനക്കാരന് താബിഈങ്ങളുടെ കാലഘട്ടത്തെ പറ്റിയുള്ള ഒരു സമ്പൂർണ്ണമായ ചിത്രം അവിടെ ലഭിക്കുകയാണ്. മറ്റൊരു സവിശേഷത അദ്ദിഖ അത്താരീഖിയ്യ, ചരിത്ര സൂക്ഷ്മതയാണ്. ഹറസൽ ഖാതിബു അലാ തൗസീഖിൽ മഅലൂമാത്തി താരീഖിയ്യ ബിദിഖ്ഖ, ഇവിടെ ഗ്രന്ഥകാരൻ ചരിത്രപരമായ വിവരങ്ങളെ കൊണ്ടുവരുമ്പോൾ അത് കൃത്യതയോടുകൂടി ആയിരിക്കണമെന്ന് ഷഡ്യം പിടിച്ചു. ആ ഒരു തൗസീഖ്, ആ ഒരു ഡോക്യുമെൻ്റ് വളരെ കൃത്യമായിരിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചിട്ടുണ്ട്. മുസ്തനിദൻ ഇലൽ മസാദിൽ മൗസൂഖ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ സംഭവങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി വളരെ അവലംബിക്കാൻ പറ്റിയ സ്രോതസ്സുകളെയാണ് അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഖിയാമുൽ അഖ്ലാഖിയ്യ, ധാർമ്മിക മൂല്യങ്ങളാണ്. സല്ലത്തുൽ കിതാബു ദൗ അലൽ ഖിയാമിൽ അഖ്ലാഖിയ്യ നബീല, ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഗ്രന്ഥം, അവിടേക്ക് വെളിച്ചം വീശുന്നു. അല്ലത്തി തതമത്തഉ ബിഹ താബിഊൻ, താബിഈങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന മിസ്ലു അസ്സുഹദ്, അതിലേതൊക്കെയാണ് ആ മൂല്യങ്ങൾ? ഒന്ന് ജീവിത വിരക്തി, തഖ്വ വൽ ഇൽമ്, വിജ്ഞാനം, വൽ അദ്ൽ, നീതി, ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഇനി അഹമ്മു അശ്ശഖ്സിയാത്ത് അല്ലത്തി തനാവലഹ അൽ കിതാബ്, ഈ ഗ്രന്ഥം കൈകാര്യം ചെയ്ത പ്രധാന വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്ന് അതാ ഇബ്നു അബി റബാഹ്, അദ്ദേഹം അഹദു കിബാരി ഫുഖഹാ ഇത്താബിഈൻ, ഒരു പ്രമുഖനായ ഒരു താബിഈ ഫഖീഹാണ്, അവഗാഹമുള്ള പണ്ഡിതനാണ്. ഇഷ്തുഹിറ ബിഇൽമിഹി വദകാഇഹി വറഇഹി, അദ്ദേഹത്തിൻ്റെ ഭക്തി, അതേപോലെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി, അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം, ഇവ കൊണ്ടെല്ലാം പ്രസിദ്ധനായ വ്യക്തിയാണ് അദ്ദേഹം. മറ്റൊന്ന് ആമിർ ഇബ്നു അബ്ദില്ല അത്തമീമി, സ്വഹാബിയുൻ ജലീലുൻ, വലിയൊരു സ്വഹാബിയാണ്. വആലിമു മിൻ കിബാരി ഫുഖഹാ ഇത്താബിഈൻ, ഉന്നതനായ സ്വഹാബിയാണ്, ചെറുപ്പകാല സ്വഹാബിയാണ്. വആലിമു മിൻ കിബാരി ഫുഖഹാ ഇത്താബിഈൻ, താബിഈങ്ങളുടെ കാറ്റഗറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വലുപ്പകാലം വരുമ്പോൾ താബിഈങ്ങൾ ഫുഖഹാക്കളിലെ വലിയ പണ്ഡിതനായിട്ട് മാറിയ വ്യക്തിയാണ്. ഉർവത്ത് ഇബ്നു സുബൈർ ഫഖീഹുൻ, അദ്ദേഹം മതപണ്ഡിതനാണ്. മുഹദ്ദിസുൻ, ഹദീസ് പണ്ഡിതനാണ്. മിൻ കിബാരി താബിഈൻ, താബിഈകളിൽപ്പെട്ട ഫിഖ്, അതേപോലെ ഹദീസ്, കർമ്മശാസ്ത്ര മേഖല, ഹദീസ് മേഖല. ഇഷ്തുഹിറ ബിഇൽമിഹി വഫദ്ലിഹി, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൊണ്ടും ഇൽമു കൊണ്ടും പ്രസിദ്ധനായ വ്യക്തിയാണ് അദ്ദേഹം. റബീഉ ഇബ്നു ഖസീം, ആലിമു മിൻ കിബാരി താബിഈൻ, ഇഷ്തുഹിറ ബിഇൽമിഹി വവറഇഹി വതഖ്വഹു, വറഅന ഭയഭക്തി. അടുത്ത ഇയാസ് ഇബ്നു മുആവിയ അൽ മുസ്നി, ഫഖീഹുൻ, ഫിഖ് പണ്ഡിതൻ, മുഹദ്ദിസുൻ മിൻ കിബാരി താബിഈൻ, ഇഷ്തുഹിറ ബിഇൽമിഹി വദകാഇഹി, ദകാ ബുദ്ധി, ദകാ കൊണ്ടും ഇൽമു കൊണ്ടും പ്രസിദ്ധി ആർജിച്ചു. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫ ആദിലുൻ, അദ്ദേഹം നീതിമാനായ ഖലീഫയാണ്. മിൻ കിബാരി താബിഈൻ, താബിഈ പണ്ഡിതൽപ്പെട്ട ആളാണ്. ഇഷ്തുഹിറ ബിസുഹ്ദിഹി വതഖ്വഹു, തഖ്വ കൊണ്ടും സുഹദ് കൊണ്ടും
പ്രസിദ്ധനാണ്. തഖ്വ, ഭയഭക്തി, സുഹ്ദ്, ജീവിത വിരക്തി. അൽ ഹസനുൽ ബസ്രി ആലിമുൻ വഫഖീഹുൻ മിൻ കിബാരി താബിഈൻ ഉഷ്തുഹിറ ബിഇൽമിഹി വവറഇഹി വഖിതബാതിഹി അൽ മുഅസ്സറ. സ്വാധീനിക്കുന്ന വാചകങ്ങൾ കൊണ്ടും അൽ ഖിതാബാത്ത് അൽ മുഅസ്സറ, നല്ല വശ്യമായ പ്രഭാഷണങ്ങൾ, വാചകങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു എന്നുള്ളവ കൊണ്ടും. അസ്സറ കിതാബു സുവറ മിൻ ഹയാത്തി താബിഈൻ ബിശക്കിലിൻ കബീരിൻ അലൽ ഖുറാ. ഇതും തന്നെ വായനക്കാർ അങ്ങേയറ്റം സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ്. ഹൈസു സാഅദഹും അലാ ഫഹ്മി സീറത്തി ഹയാത്തി ജീൽ താബിഈൻ. ഇത് വായനക്കാർക്ക് താബിഈങ്ങളുടെ തലമുറകളെ പറ്റിയുള്ള, അവരെക്കുറിച്ചുള്ള, അവരുടെ ജീവചരിത്രത്തെക്കുറിച്ചുള്ള ഒരു വെളിച്ചം കിട്ടാൻ അവരെ സഹായിച്ചു. വത്തഅറുഫ അലാ ഖസാഇസിഹിം വഅഫ്കാരിഹിം. അവരുടെ ചിന്തകളും അവരുടെ പ്രത്യേകതകളും മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഗ്രന്ഥം സഹായിച്ചു. വസ്തൽഹമൽ ഖിയമൽ അഖ്ലാഖിയ നബീല അല്ലതി തമത്തഉ ബിഹാ. അവർക്കുണ്ടായിരുന്ന ആ ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങളെ അവ ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവ ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കാനെല്ലാം സഹായിക്കുന്ന രൂപത്തിലാണ് ഈ ഗ്രന്ഥം ഉള്ളത്. മറ്റൊന്ന് നഹ്വ മദ്ഹബിൻ ഇസ്ലാമിയ്യിൻ ഫിൽ അദബി വന്നഖ്ദി. هذا الكتاب سلاح لمقاومة ما نتعرض له من غزو فكري ووجداني وحضاري. ഈ ഗ്രന്ഥം ഒരു സിലാഹാണ്, ഒരു ആയുധമാണെന്ന് പറയാം. എന്തിനായുധം? ലിമുഖാവമ, പ്രതിരോധിക്കുവാനുള്ള. എങ്ങനെ പ്രതിരോധിക്കാനുള്ള? ചിന്താപരമായ സംഘടനകൾക്ക്, മുന്നേറ്റങ്ങൾക്ക്, അതിനെതിരെ വരുന്ന ആ മേഖലയിൽ ഉണ്ടാകുന്ന ഭാഷാപരം അല്ലെങ്കിൽ ചിന്താപരമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ പ്രതിരോധിക്കുന്ന, അവ സംരക്ഷിച്ചു നിർത്തുന്ന സുരക്ഷിതമായ ഒരു ദിർ ആണ് എന്ന് പറയാം. ദിർ എന്ന് പറഞ്ഞാൽ പരിച. എവിടെയുള്ള പരിച? യഖ്ഫു ഫി വജ്ഹി തയ്യാർ അൽ ജാരി ഫിൽ മദാഹിബ് അൽ അദബിയ്യ അൽ മുൻബസിഖ അൻ നദറതി അസ്ഹാബിഹ അൽ ഇൻസാനി മാ ഹൗലഹു. മനുഷ്യൻ്റെ നേരെയുണ്ടാകുന്ന വ്യത്യസ്തമായ സാഹിത്യ മുന്നേറ്റങ്ങളിൽ ഉണ്ടാകുന്ന പല നിലക്കുമുള്ള വീക്ഷണഗതികൾ അവയുടെ പ്രവാഹങ്ങൾക്ക് മുന്നിൽ തടുത്തു നിർത്തുന്നൊരു പരിചയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ലഖദ് അറദ അൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അഹമ്മൽ മദാഹിബ് അൽ അദബിയ്യ. ഇവിടെ ഗ്രന്ഥകാരൻ ഏറ്റവും ഉന്നതമായ ഒരു മദ്ഹബാണ്, ഒരു വീക്ഷണഗതിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. മൗഖിഫ് അൽ ഇസ്ലാമി മിൻഹ, സാഹിത്യ മേഖലയിലെ, അതോടൊപ്പം ഇസ്ലാമിന് ആ സാഹിത്യ മേഖലകളോടുള്ള നിലപാട് എന്ത് എന്നും. മൗഖിഫ് അൽ ഇസ്ലാമി മിനൽ അദബി ബിഅമ്മ വമിന അശ്ശിഅരി ബിഖാസ്സ. സാഹിത്യത്തോട് പൊതുവിലും കവിതയോട് പ്രത്യേകിച്ചും എന്താണ് ഇസ്ലാമിൻ്റെ നിലപാട്? വൽ ഖസായിസ് അൽ ആമ്മ ലഹ അൽ മദ്ഹബ് അല്ലദി അല്ലദി നസ്അ ലഹു. നാം അധ്വാനിക്കുന്ന, നാം ഉദ്ദേശിക്കുന്ന, നാം പ്രയത്നിക്കുന്ന സാഹിത്യ മദ്ഹബ് അല്ലെങ്കിൽ സാഹിത്യ മേഖലയിലെ ഈ രീതി, ആ രീതിയുടെ സവിശേഷത എന്താണ്? ഇസ്ലാമിക സാഹിത്യ രീതിയുടെ സവിശേഷത എന്താണെന്നുള്ളൂ. ബിതഹ്ലീലിഹിൽ ഇൽമി അദ്ദഖീഖ്, അതിസൂക്ഷ്മമായ വൈജ്ഞാനികമായ അപഗ്രഥനത്തിലൂടെ, അനാലിസിലൂടെ. വമഅലൂമാതിഹിൽ മൗസൂഇയ്യ അശ്ശാമില അന്നാബിഗ, ഉന്നതമായ സമ്പൂർണ്ണമായ സമഗ്രമായ അദ്ദേഹത്തിൻ്റെ വിജ്ഞാന മേഖലയിലൂടെ എന്നതിനെ പറ്റിയുള്ള വിവരം. മിനൽ കിതാബി വസ്സുന്ന, ഖുർആൻ ഹദീസിനെ പറ്റിയുള്ള. അബി ഉസ്ലൂബിഹിൽ അദബി അൽ മുമയ്യിസ്, അദ്ദേഹത്തിൻ്റെ സവിശേഷമായ വ്യതിരിക്തമായ സാഹിത്യ ശൈലി കൊണ്ടും. ഈ നിലക്കെല്ലാം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക മതപരമായിട്ടുള്ള സാഹിത്യ മൻഹജ് അല്ലെങ്കിൽ ആ മദ്ഹബ് അതെന്താണ് എന്ന് അദ്ദേഹം അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. വഖദ് ഖല്ലസൽ പാഷ ഇലാ റസ്മി മൻഹജിൻ, അദ്ദേഹം അവിടെ ചുരുക്കുന്നത് ഈ കാര്യത്തിലാണ്. ഏതാണ് കാര്യം? റസ്മി മൻഹജിൻ, ഒരു മൻഹജ്, ഒരു മെത്തേഡ്, ഒരു രീതി അദ്ദേഹം അവിടെ രൂപപ്പെടുത്തിയെടുത്തു. എന്നുള്ള രീതി? ലിമദ്ഹബിൻ ഇസ്ലാമിയ്യിൻ ഫിൽ അദബി വന്നഖ്ദി, സാഹിത്യ നിരൂപണ മേഖലയിൽ ഇസ്ലാമികമായ രീതി. യുയസ്സിറു ലന വദഅ അൽ മആയിർ വൽ മഖായീസ്, അവിടെ നമുക്ക് അദ്ദേഹം എളുപ്പമാക്കി തന്നു എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കേണ്ടതെന്ന്. ലിമഅരിഫത്തിൽ ഗസ്സി മിന അത്വീബ്, സുഗന്ധത്തിലും ദുർഗന്ധത്തെ വേർതിരിക്കുവാൻ എന്തൊക്കെ മാനദണ്ഡം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം അവിടെ നമുക്ക് വിവരിച്ചു തരികയും ചെയ്തു, അല്ലെങ്കിൽ എളുപ്പമാക്കി തന്നു. മറ്റൊന്ന് അൽ ബുതൂല. ഇന്ന ലിൽ ബുതൂലതി മുഖവ്വിമാതുൻ ഖദ് ലാ തൂജദു ഇൻദ കുല്ലി ശുജാഇൻ. ഹീറോയിസത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ഒരുപക്ഷെ അത് ധീരത കാണിക്കുന്നവരുടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വലിശജാഅത്തി സിമാതുൻ ഖദ് യതജല്ലാ ബിഹാ ഖുത്താഉ തുർഖി, ധീരത കാണിക്കുന്നവരുടെ പല പ്രത്യേകതകളുമുണ്ട്. അതൊരു പക്ഷേ വഴി യാത്രയിലേക്കാരെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരടുക്കൽ പോലും ഉണ്ടായി എന്നും വരാം. ഫഹലിൽ ബുതൂല ഹിയ ഷജാഅ, അപ്പോൾ ധീരത എന്ന് പറഞ്ഞാൽ, ഹീറോയിസം എന്ന് പറഞ്ഞാൽ അത് ധീരതയാണോ? വഹൽ കുല്ലു ഷജാഇൻ ബത്വലൻ, ഓരോ ധീരനും അദ്ദേഹം ഹീറോ ആയിരിക്കുമോ? ഇന്ന ഹാദൽ കിതാബ, ഈ ഗ്രന്ഥം മുഹാവല വാഇയ ജാദ്ദ,
ഇത് ഉന്നതമായ ഒരു പ്രയത്നമാണ്. ലിബ്രാസി ജലാലിൻ മഅൻ അൽ ബുതൂല, എന്താണ് ഹീറോയിസം എന്ന ആശയത്തെ, ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ആശയത്തെ പുറത്ത് കൊണ്ടുവരാനുള്ള വസുമുവി ഖീമതിഹ, ആ ബുതൂലത്തിൻ്റെ ഹീറോയിസത്തിൻ്റെ മൂല്യങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതും വിവരിക്കുന്ന, അവ പ്രകടമാക്കുന്ന. തബ്ദഉ ബിന്നദർ അൽ-ലുഗവിയ്യ ലിതൻതഖില ഇല അൻ-നദർ അൽ-മൗസൂഇയ്യ, ഇവിടെ ഭാഷാപരമായി നാം അതിനെ നോക്കുമ്പോൾ ആ ഒരു നോട്ടത്തിൽ നമുക്ക് പിന്നീട് അതിൻ്റെ സമഗ്രമായ നോട്ടത്തിലേക്ക് കിടക്കാം. ആ നിലക്ക് നോക്കുമ്പോൾ ലഖദ് ഹദ്ദദ അൽ-മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ലിൽ-ബുതൂല ഇതാറൻ അബ്റസ മിൻ ഖിലാലിഹി അഹമ്മ മആലിമിഹ, ഗ്രന്ഥകാരൻ ഇവിടെ ആ ബുതൂലത്തിനെ വളരെയധികം കൃത്യമായി തന്നെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നു. ഹദ്ദദ ഇതാറൻ, അതിൻ്റെ ബൗണ്ടറിയെ നിർണയിച്ചുകൊണ്ട് തന്നെ, അബ്റസ മിൻ ഖിലാലിഹി അഹമ്മ മആലിമിഹ, അതിലൂടെ അദ്ദേഹം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളും അതിൻ്റെ അടയാളങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നു. വൽ ബവാഇസ് അല്ലത്തി തബഅസു അലൈഹ, അതിലൂടെ ഉണ്ടാകുന്ന പ്രേരകങ്ങളെയും അദ്ദേഹം വിവരിച്ചിരിക്കുന്നു. വദറബ ലികുല്ലി ബാഇസിൻ മിൻഹാ ഖിസ്സ ഹഖീഖിയ്യ വാഖഇയ്യ മിൻ താരീഖിന അസ്സരിയിൽ ഖനിയ്യ്, അതിലെ ഓരോ ആവേശവും അല്ലെങ്കിൽ ഓരോ പ്രചോദനവും അതിനെ പറ്റിയെല്ലാം പറയുമ്പോൾ ഓരോ യാഥാർത്ഥ്യ കഥകളെ, യാഥാർത്ഥ്യ സംഭവങ്ങളെ അദ്ദേഹം ഉദാഹരിച്ചിരിക്കുന്നു. അതെവിടെ നിന്ന് എടുത്തത്? മിൻ താരീഖിന, നമ്മുടെ ചരിത്രത്തിൽ നിന്ന്, അസ്സരിയിൽ ഖനിയ്യ്, സമ്പന്നവും സമ്പുഷ്ടവുമായ നമ്മുടെ ചരിത്രങ്ങളിൽ നിന്നെടുത്ത കഥകൾ കൊണ്ട് ഉദാഹരിച്ചിരിക്കുന്നു. ഇന്ന ഹാദൽ കിതാബ ഖുദ്വ ഫി സലാമത്തിൽ ഫിക്ർ, ഒരു നല്ല ചിന്ത എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് ഈ ഗ്രന്ഥം. വസ്തിഖാമത്തുൽ ഖസ്ദ്, ഉദ്ദേശശുദ്ധിയുടെ, വനബുലൽ ഗായ, ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സുന്ദര ലക്ഷ്യത്തിൻ്റെ, വസഫ അൽ ലുഗ, തെളിഞ്ഞ ഭാഷയുടെ, വഈജാസിൽ ഇബാറ, സംക്ഷിപ്തമായ വാചകങ്ങളുടെ, വദൂഹി തഅബീർ, വ്യക്തമായ വിവരണത്തിൻ്റെ, ഇതിൻ്റെയൊക്കെ കൃത്യമായ മാതൃകയാണ് അൽ ബുതൂല എന്ന ഈ ഗ്രന്ഥം. അടുത്ത് ഹദസുൻ ഫി റമദാൻ, ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ്. വഖഫാത്തുൻ താരീഖിയ്യ, ഇത് ചരിത്രപരമായ ചില നിമിഷങ്ങളാണ്. ബി ഉസ്ലൂബിൻ ഖസസിയ്യിൻ മുമത്തിഇൻ, നല്ല ആസ്വാദനമുണ്ടാക്കുന്ന കഥാശൈലിയിലൂടെ. റസൂലത്ത് ബഅദൽ അഹ്ദാസ് അല്ലത്തി വഖഅത ഫീ ശഹ്ർ റമദാൻ അൽ മുബാറക്, പരിശുദ്ധ റമദാന മാസത്തിൽ സംഭവിച്ച പല സംഭവങ്ങളെയും അതിൽ അദ്ദേഹം നിരീക്ഷിച്ചിരിക്കുന്നു. ذلك الشهر الكريم الذي سعد فيه هذا الكوكب الأرضي بعالم حادث وقع على ظهره, ഈ പരിശുദ്ധ പവിത്ര മാസത്തിലാണ് ഈ ഭൂഗോളം അതിലെ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചത്, ഉണ്ടായിട്ടുള്ളത്, സൗഭാഗ്യമുണ്ടായിട്ടുള്ളത്. ഫകാന ഹാദൽ ഹാദിസു ഫുർഖാനം ഫി താരീഖിൽ ബശരിയ്യ കുല്ലിഹ, ഈ സംഭവമായിട്ട് മനുഷ്യ ചരിത്രത്തിൽ ആകമാനമുള്ള വേർതിരിവിൻ്റെ സംഭവമാണ്. വഈദാനം ബിമൗലിദി ആലമിൻ ജദീദിൻ, ഒരു പുതിയ ലോകത്തിൻ്റെ ജന്മദിനം അറിയിക്കലാണ്. വശഹിദ ഫീഹിൽ ആലമുൽ ഇസ്ലാമി അയ്യാമൻ മുതനവ്വിഅ, അത് ഇസ്ലാമിക ലോകം വ്യത്യസ്ത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ്. മിൻഹ അൽ ഹസീന അല്ലത്തി ലാ തദ്ഹബുൽ അയ്യാമു മുറാറത്തിഹ, അതിൽ ചിലതാവട്ടെ ദുഃഖകരമായ സംഭവങ്ങൾക്കുമാണ്, അതിൻ്റെ ദുഃഖം പിന്നീട് ദിവസങ്ങൾ കൊണ്ട് പോലും നീങ്ങിപ്പോകാത്ത ആ രൂപത്തിൽ. അയ്യാമൻ, വേറെ ചില ദിവസമാവട്ടെ, അഅ്സല്ലാഹു ഫീഹൽ മുസ്ലിമീന മിൻ ഹവാൻ, നിന്ദതയിൽ നിന്ന് മനുഷ്യർക്ക് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് നൽകിയ ദിവസങ്ങളാണ്. വഖവ്വാഹും മിൻ ളഅഫിൻ, ദുർബലതയിൽ നിന്ന് ശക്തി പകർന്ന ദിവസം. വഅല ഫീ ഹാദ അശ്ശഹ്റിൽ കരീം റായാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പതാക ഉയർന്നു നിന്ന ചില ദിവസങ്ങളുണ്ട്. വറഫഅ ഫീ അയ്യാമിഹി അഅലാമുൽ ഖുർആൻ, ഖുർആനിലെ മഹാന്മാർ അവർ ഉയർത്തെഴുന്നേറ്റ ദിവസങ്ങളുണ്ട്. ഫഹബ്ബദ റമദാൻ, അപ്പോൾ എത്ര സുന്ദരം റമദാൻ. വഹബ്ബദ അയ്യാമുൽ ഗർറിൽ മയാമീൻ, ശോഭിതമായ ആ റമദാനിൻ്റെ ദിനങ്ങൾ എത്ര സുന്ദരം. അപ്പോൾ റമദാനിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതിയ ഗ്രന്ഥമാണ് അത് എന്നാണ് അവിടെ വിശദീകരിച്ചതിൻ്റെ ആകത്തുക. മറ്റൊന്ന് അർദുൽ ബുതൂലാത്ത്, റിവായ താരീഖിയ, ചരിത്ര നോവലാണെന്ന് പറയാം. തുഅരിദു ഖിസ്സതൻ മിൻ ഖിസസി കിഫാഹി ഉമ്മത്തിന, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ സംഘട്ടനങ്ങളിലെ ഏറ്റുമുട്ടലിൻ്റെ കഥകളിലൊരു കഥയാണിത്. കതബഹ ശഅബുന അൽ മുഅ്മിൻ ബി ഷഫറാത്തിൻ സുയൂഫി, ഇത് നമ്മുടെ വിശ്വാസി സമൂഹം അവരുടെ വാൾത്തുമ്പ് കൊണ്ട് രചിച്ച കഥയാണ്. വഹബ്ബറഹ ബിസക്കി ദിമാഇ, അതിൻ്റെ മഷിയാകട്ടെ അത് പരിശുദ്ധമായ രക്തം കൊണ്ടാണ്. ളിദ്ദൽ മുസ്തഅമിറിൽ ഫ്രൻസി, ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ നടത്തിയ. ലൈസ ഫീഹാ മിൻ ഖയാലിൽ ഖാസി, അവിടെ കഥാകാരൻ്റെ ഒരു ഭാവനയും ഇല്ല. ഇല്ല മയർബിതു ബൈനൽ വഖാഇഇ, യാഥാർത്ഥ്യങ്ങൾ ബന്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ. വലാ മിൻ ഖൽഖിൽ കാതിബി ഇല്ലാ മാ തസ്തദഈഹി തബീഅത്തുൽ അമലിൽ ഖസസി ലിതസ്വീരിൽ അഹ്ദാസ്, അവിടെയാകട്ടെ
ഗ്രന്ഥകാരൻ്റെ വക ഒന്നും പടച്ചുണ്ടാക്കിയിട്ടില്ല. ചില കഥകൾക്ക് ആവശ്യമായിട്ടുണ്ടാകുന്ന ചില സംഭവങ്ങളെ ചിത്രീകരിക്കാൻ അനിവാര്യമായ സംഗതികൾ അതൊഴിച്ചു നിർത്തിയാൽ ഫസമനുഹ ഹുവ അർറുബഉ അസ്സാനി മിനൽ ഖർനി അശ്റിൽ മിലാദി, 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന രണ്ടാം പകുതിയിൽ പിന്നിട്ടതിന് ശേഷമുള്ള സന്ദർഭത്തിലാണ് ഈ കഥ നടക്കുന്നത്. അഖബൽ ഹർബിൽ ആലമിയൽ ഊല, ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് മക്കാനുഹ ഹുവ തിൽക റുബഉ ഷമിയ, ഇതിൻ്റെ സ്ഥലമാകട്ടെ ഷാമിൻ്റെ സിറിയൻ പ്രദേശങ്ങളിലെ ഭാഗമാണ്. അഷ്ഖാസുഹ മുവാത്തിനൂന മഅറൂഫൂൻ, അറിയപ്പെട്ട ദേശത്തിൻ്റെ ആളുകളാണ്, അവിടെയുള്ള സിറ്റിസൺ തന്നെയാണ് അതിലെ ഓരോ കഥാപാത്രങ്ങളും. വഖദ് കുതിബത്ത് ഹാദിഹിൽ ഖിസ്സ വഖദ് കുതിബത്ത് ഹാദിഹിൽ ഖിസ്സതു ബിലുഗത്തിൻ ഫുസ്ഹ, നല്ല ഫുസ്ഹയായ ഭാഷയിലാണ് ഈ ഗ്രന്ഥം, ഈ കഥ രചിക്കപ്പെട്ടിട്ടുള്ളത്. ലിയകുന ഫീ ദാലിക ബലാഗിൻ ലിഉലൈക അല്ലദീന യശീഊന ബൈന الناس ഇലാ ഹാദൽ ഫന്നി മിനൽ ഖൗലി ലാ യസ്ലിസു ഇല്ലാ ലിൽ ആമിയ വലാ യുഅദ്ദി ഇല്ലാ ബിഹാ. എല്ലാ ആളുകൾക്കും ഇത് വായിക്കാൻ പര്യാപ്തമാവുക എന്ന ഉദ്ദേശത്തിൽ ഫുസ്ഹ എന്ന ഭാഷയിൽ അഥവാ സാഹിത്യ ഭാഷയിൽ തന്നെയാണ്, ഇത് കൊളോക്കിയലല്ല, ആ രൂപത്തിലാണ് ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഫന്നുദ്ദിറാസ, മറ്റൊരു ഗ്രന്ഥമാണ് ഫന്നുദ്ദിറാസ. ഇന്ന തഅല്ലുമന, നമ്മുടെ പഠനം, കൈഫ നദുറൂസു, നാം എങ്ങനെ പഠിക്കണം, ദിറാസ ഫഅല, ക്രിയേറ്റീവായ പഠനം, ലിഅബ്അദ അസറൻ വഅഅലമ ഖതറൻ, ഏറ്റവും അങ്ങേയറ്റം സ്വാധീനമുണ്ടാകുന്ന രൂപത്തിൽ, ആഴത്തിൽ, ഗൗരവത്തോടെ, മിനിക്തിസാബിൽ മഅലൂമാത്തി, വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അങ്ങനെ പഠിക്കുന്നൊരു പഠനമാണ് ഫന്നുദ്ദിറാസ. ഫദ്ദിറാസ ഫന്നുൻ, അപ്പോൾ പഠനം ഒരു കലയാണ്. യഹ്ദിഫു ഇലാ തഅലീമി ത്വാലിബ്, വിദ്യാർത്ഥിയെ അത് പഠിപ്പിക്കും, ആ കല പഠിപ്പിക്കും. കൈഫ യുഫക്കിറു, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, വയുനാഖിഷു, എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്, വയുലാഹിദു, എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത്, ഒബ്സർവ് ചെയ്യേണ്ടത്, വകൈഫ യുഹല്ലിലു, എങ്ങനെ ഒരു കാര്യത്തെ അനാലിസ് ചെയ്യണം, വയുനദ്ദിമു, എങ്ങനെ വ്യവസ്ഥപ്പെടുത്തണം, വയുറക്കിസു, എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, വകൈഫ യസ്തഉഇബു വയഖ്തസിനു വയതബ്യഖു, എങ്ങനെ വിവരങ്ങൾ ശേഖരിക്കണം, എങ്ങനെ അവ നടപ്പിൽ വരുത്തണം. വദാലിക ഇലാ ജാനിബി ഹിർസിഹി അലാ തൻദീമിൽ വഖ്തി, ഇതിനും പുറമെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെ സമയത്തെ ക്രമപ്പെടുത്തണം, വൽ ഇഫാദ മിൻഹു, അതിൽ നിന്ന് എങ്ങനെ ഫായിദ എടുക്കണം, അല അക്മലി വജ്ഹിൻ, ആ സമയത്തിൻ്റെ സമ്പൂർണ്ണമായ നിലക്ക്. ഇതെല്ലാം ഇന്ന ഹാദൽ കിതാബ്, ഈ ഗ്രന്ഥം, യുഅരിഫു തുല്ലാബ ത്വരീഖ അൽ അംസൽ, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല വഴി അറിയിച്ചു കൊടുക്കുന്നു. ലിന്നജാഹി വത്തഫവ്വുഖി, വിജയത്തിൻ്റെക്കും ഉന്നതിയിലേക്കുമുള്ള, വയർസുമു അമാമഹുമു സുബുല വാദിഹ, അവർക്ക് മുമ്പിൽ വഴികളെ വ്യക്തമാക്കി കൊടുക്കുന്നു, വരച്ചു കൊടുക്കുന്നു. ലിയനാലു ഹദ്ദൻ അഅല, ഏറ്റവും അങ്ങേയറ്റം അവർക്ക് എത്തിച്ചേരാൻ വേണ്ടി, മിനൽ ഫായിദ, നേട്ടങ്ങളിൽ നിന്ന്, ബിബദ്ലി ഹദ്ദിൻ അദ്നാ മിനൽ ജുഹ്ദി, ഏറ്റവും ചെറിയ പ്രയത്നത്തിലൂടെ തന്നെ വലിയ നേട്ടം കിട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഫന്നു അദ്ദിറാസ. അതോടൊപ്പം ഫന്നുൽ ഇംതിഹാനാത്തി ബൈന ത്വാലിബ് വൽ മുഅല്ലിം, ഫന്നുൽ ഇംതിഹാനാത്താണ്. ലിൽ ഇംതിഹാനാത്തി അഹമ്മിയ കുബ്ര ഫി മുഖ്തലിഫിൽ മറാഹിലിൽ തഅലീമിയ, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വലിയ പ്രാധാന്യമുള്ളതാണ് പരീക്ഷകൾ എന്നുള്ളത്. ഫമാ മിൻ ഉസ്റത്തിൻ ഇല്ല വഫീഹ ഫർദുൻ വഅക്സർ യുവാജിഹുന മുഷ്കിലത്തുൽ ഇംതിഹാനാത്തി കുല്ല യൗമിൻ, ഏതൊരു കുടുംബം എടുത്താൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ ഈ ഒരു പ്രതിസന്ധി നേരിടുന്നവരായിരിക്കും. വഹാദൽ കിതാബ് യളഹു യദന അലൽ മുഷ്കില വഹുലൂലിഹ, ഈ ഗ്രന്ഥം നമ്മുടെ കൈകളെ കൊണ്ടുപോയി വെക്കുന്നത് ഈ പ്രശ്നത്തിലേക്കും ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന കാര്യത്തിലേക്കുമാണ്. ഫഖദൗദഹൽ മുഅല്ലിഫ് ദക്തൂർ അൽ ബാഷ ലിൽ മുഅല്ലിം മുഹിമ്മത്തുൽ ഇംതിഹാനാത്തി വഅൻവാഇഹ, ഈ ഗ്രന്ഥത്തിൽ അധ്യാപകൻ്റെ പ്രാധാന്യം, പരീക്ഷകൾക്കുള്ള പ്രാധാന്യം, അതിൻ്റെ വൈവിധ്യങ്ങളായ രൂപങ്ങൾക്കുള്ള പ്രാധാന്യം ഗ്രന്ഥകാരൻ ചർച്ച ചെയ്യുന്നുണ്ട്. മഖാമിന ദഅഫിഹ വമവാദിഅ സ്വലാഹിഹ, എവിടെയാണ് ദുർബലമായ സ്ഥലം ഒളിഞ്ഞു കിടക്കുന്നത്, എവിടെയാണത് ശുദ്ധീകരിക്കേണ്ടത് എന്നതെല്ലാം മനസ്സിലാക്കുന്ന ആ നിലക്ക് അധ്യാപകർക്ക് പ്രാധാന്യമുണ്ട്. കമാ വജ്ജഹ ത്വാലിബ ഇല ത്വരീഖിൽ മുസ്ലഹ്, അതോടൊപ്പം ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ നല്ല വഴിയിലേക്ക് തിരിച്ചുവിടണം. അല്ലത്തി യുഅദ്ദു ബിഹ അൽ ഇദ്ദ ലിംതിഹാനാത്ത്, അല്ലത്തി യഉദ്ദു ബിഹ അൽ ഇദ്ദ ലിംതിഹാനാത്ത്, അതോടൊപ്പം അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങുന്ന ആ നിലക്കുള്ള നല്ല മാർഗം. മുഖ്തലിഫ് മറാഹിൽ ദിറാസിയ, തൻ്റെ അവൻ്റെ പഠന കാലഘട്ടത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ബദ്അൻ ബിൽ ഇസ്തിഅദാദ് ലിൽ ഇംതിഹാനാത്ത്, അതിൽ പരീക്ഷയ്ക്കുള്ള മുന്നൊരുക്കങ്ങളുണ്ട്. വലദി യഅ്തമിദു അലാ കൈഫിയത്തി ജനി അസിമാർ മാ ഖദ് ബദലഹു ത്വാലിബ് മിൻ ജുഹ്ദി ഖിലാല ആമിഹി ദിറാസി, തൻ്റെ അക്കാഡമിക് കാലഘട്ടത്തിൽ താൻ നടത്തിയ അധ്വാനത്തിൻ്റെ ഫലം കൊയ്തെടുക്കുന്ന നിമിഷമാണ്, അതെങ്ങനെയായിരിക്കണമെന്ന്. മുറാജഅതിഹി ലിമാ ദൂനഹു മിൻ മുലാഹദാത്തിൻ ഫി ഖാഅത്തി ദർസി, പാഠശാലയിൽ നിന്ന്, അവിടുത്തെ ക്ലാസ് മുറികളിൽ നിന്ന് കിട്ടിയ
അവൻ എടുത്ത കുറിപ്പുകളിൽ എങ്ങനെ മുറാജഅ നടത്തണം. വമാ കതബഹു മിൻ മുലഖസാത്ത് ഖിലാൽ ആം, ഈ ഒരു വർഷ കാലഘട്ടത്തിനിടയിലൂടെ അവൻ എഴുതിയെടുത്ത ഖുലാസകളുടെ ചുരുക്കങ്ങൾ, ഷോർട്ട് നോട്ടുകൾ, അതിൽ നിന്ന് എങ്ങനെ മുറാജഅ നടത്തണം. അമിൻ സമ്മൽ ഇസ്തിഅദാദൻ നഫ്സി വത്തർതീബാത്തുൽ ലാസിം, അതോടൊപ്പം എങ്ങനെ മാനസികമായി മുന്നൊരുക്കം വേണം, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ, മറ്റു മുന്നൊരുക്കങ്ങൾ വേണം. ഇത്തിഖാദഹ ദാഖില ഖാഇദത്തുൽ ഇംതിഹാൻ, പരീക്ഷാ ഹാളിൽ വരെ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ. മുറൂറൻ ബിഅഹമ്മിയത്തി ഇസ്തിആബി വഫഹ്മി മുസ്തലഹാത്തിൽ അസ്ഇല, അതോടൊപ്പം ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം. അലത്തി യസ്തഅമിലുഹൽ മുദർരിസൂന ഫി വദഇ അസ്ഇലതിഹിം, അധ്യാപകർ ചോദ്യം തയ്യാറാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന എല്ലാ സാങ്കേതിക പ്രയോഗങ്ങളും ഇതിലൂടെ അങ്ങനെ കടന്നു പോകുന്നതാണ്. വൻതിഹാ വിവറഖത്തുൽ ഇജാബ, അവസാനം പരീക്ഷാ പേപ്പർ. വൽ അവാമിൽ മുഅസ്സറ ഫി തഖ്ദീർ ദറജ, അതോടൊപ്പം തന്നെ അവിടെ ഒരു മാർക്ക് കണക്കാക്കുന്നിടത്ത് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. മിമ്മയും വഹിദു ത്വരീഖിൻ നജാഹ്, ഇതിലൂടെ എല്ലാ നിലക്കും വിജയം പൂർണ്ണമായി ഒരുക്കി കൊടുക്കുന്ന രീതി, ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് ഫന്നുൽ ഇംതിഹാനാത്തി ബൈന ത്വാലിബ് അൽ മുഅല്ലിം എന്നുള്ളത്. അത് ത്വരീഖു ഇലൽ അൻദുലുസ് ലംഹാത്തുൻ വഖുതൂഫുൻ എന്ന ഗ്രന്ഥം. ലം യക്തമിൽ ഖർനുൻ വാഹിദുൻ മിനൽ സമാനി ബഅദ ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ കഴിഞ്ഞൊരു നൂറ്റാണ്ട് പിന്നിട്ടില്ല. ഹത്താ ളല്ലത് റായാത്തുൽ ഇസ്ലാം അസ്ഖാഇൻ ഷാസിഅ, അപ്പോഴേക്കും ഇസ്ലാമിൻ്റെ പതാക അത് ഉയർന്നു കണ്ടു. മിൻ ഹാദിഹി ദുനിയ വകാന മിൻഹൽ അൻദുലുസ്, ഈ ദുനിയാവിൻ്റെ പലയിടങ്ങളിലും പല ദിക്കിലും അതിൽപ്പെട്ടൊരു സ്ഥലമാണ് അൻദുലുസ് എന്നുള്ളത്, സ്പെയിൻ എന്നുള്ളത്. ലം യകുനി ത്വരീഖു ഇലൽ അൻദുലുസ് മുമഹദൻ വലാ സഹ്ലൻ, ഈ സ്പെയിനിലേക്കുള്ള യാത്ര അത് സൗകര്യമുള്ളതും അത് എളുപ്പമുള്ളതുമായിരുന്നില്ല. ഫഖസലകഹുൽ മുസ്ലിമൂന ബിതഖ്തീതിൻ വാഇൻ, സൂക്ഷ്മമായ പ്ലാനിങ്ങോടെയാണ് മുസ്ലിങ്ങൾ അവിടേക്ക് പ്രവേശിച്ചത്. വഇഅദാദിൻ ജാദ്ദിൻ, ശക്തമായ മുന്നൊരുക്കത്തോടെ. വഅമലിൻ ദഊബിൻ, നിരന്തര പ്രയത്നത്തിലൂടെ. വബദലു, അവർ ചെലവഴിച്ചു. ഫീ സബീലിഹി, അതിൻ്റെ വഴിയിൽ. അന്നഫ്സ വന്നഫീസ, മൂല്യമായതും അവരുടെ ശരീരം തന്നെയും ആത്മാവ് തന്നെയും. ലഖദ് അറദ ദക്തൂർ അൽ ബാഷ ബിസ്ലൂബിൽ ഖസ്സ് ഷയ്യിഖ്, ഭാഷയാവട്ടെ തൻ്റെ ആകർഷണീയമായ കഥാശൈലിയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അഹമ്മ മആലിമി ഹാദ ത്വരീഖ്, ഈ വഴിയുടെ ഏറ്റവും നല്ല അടയാളങ്ങൾ. ബിദായത്തൻ മിൻ ഹിസാരി ഹിസ്നി ബാബിലിയൂൻ ഫി മിസ്ർ, മിസ്റിലെ ബാബിലിയോൺ കോട്ട ഉപരോധിച്ചത് മുതൽ. ഇല അൻ അബറു മദീഖ ജബൽ ത്വാരിഖ്, ജുബ്രാട്ട കടലിടുക്ക് താണ്ടിക്കടക്കുന്നത് വരെ. മാബൈന ഹാദൈനിൽ മക്കാനിൻ മിൻ അഹ്ദാസ്, ഈ രണ്ടു സന്ദർഭങ്ങൾക്കിടയിലും വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം ലഖദ് കാന ത്വരീഖുൽ അൻദുലുസ് ത്വരീഖൻ ഇലല്ലാഹ്, സ്പെയിനിലേക്കുള്ള വഴി എന്നുള്ളത് അത് അള്ളാഹുലേക്കുള്ള വഴിയായിരുന്നു. വലില്ല, അള്ളാഹുവിന് വേണ്ടിയുള്ള വഴിയായിരുന്നു. വഫാഹു അസ്സാബിഖൂന അവ്വലൂന ഹഖഹു, പൂർവികരായ മുൻഗാമികൾ അവരുടെ ഹക്ക് അവർ പൂർത്തിയാക്കി. വതറകൂ ലിൽ അജ്യാലി മിൻ ബഅദിഹിം വൽ ഉസ്വ വൽ ഖുദ്വ, പിൻതലമുറക്കവർ മാതൃകകളെ വിട്ടേച്ചു പോയി. ലഅല്ലഹും യഖ്തദൂൻ, പിൻതലമുറക്കാർ അവരെ പിന്തുടർന്നേക്കും. ഇത്രയും പുസ്തകങ്ങളാണ്, അതിൻ്റെ ചുരുക്കരൂപമാണ് നാം മനസ്സിലാക്കിയത്. അടുത്ത ഉസ്ലൂബ് റഅഫത്തുൽ ബാഷ വ മലാമിഹു, അദ്ദേഹത്തിൻ്റെ ശൈലി ഏത് രൂപത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തമയ്യ ഉസ്ലൂബുൽ ബാഷ ബിൽ വുദൂഹ് വസ്സലാസ, പൊതുവെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണ് പല ഘട്ടങ്ങളിലും. വളരെ ലളിതമായ ശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. വജമഅ ബൈനൽ അസ്വാൽ വൽ മുആസറ, ആധുനികതയും പൗരാണികതയും രണ്ടിനെയും ജംഉ ചെയ്തു. ഇഹ്തമ ബി ഖളായ ലുഗൽ അറബിയ്യ, അറബി ഭാഷയുടെ വിഷയങ്ങളൊക്കെ അദ്ദേഹം പ്രാധാന്യപൂർവ്വം കണ്ടു. വദ്ദിഫാ അൻഹ, അറബി ഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചു. വദഅ ഇല അദബിൻ ഇസ്ലാമിയ്യിൻ ഹാദിഫിൻ മുൽതസിം ബിൽ ഖിയമിൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു സുന്ദരമായ ഇസ്ലാമിക സാഹിത്യത്തിലേക്ക് അദ്ദേഹം ആളുകൾ ക്ഷണിച്ചു. ലം തകുൻ കിതാബത്തുഹു മുജറദ കലിമാത്തിൻ അലാ വറഖിൻ, അദ്ദേഹത്തിൻ്റെ രചനകൾ കേവലം പേപ്പറുകളിലെ എഴുത്തുകൾ മാത്രമായിരുന്നില്ല. ബൽഖാൻ റിസാല സാമിയ, അത് ഉയർന്ന ചില സന്ദേശങ്ങളായിരുന്നു. തഹ്ദുഫു ഇലാ നശ്രിൽ വഅയിൽ ഇസ്ലാമി, ഇസ്ലാമിക അവബോധം പകർന്നു കൊടുക്കുന്ന. വഖർസിൽ ഖിയമിൽ അഖ്ലാഖിയ്യ, ധാർമ്മിക മൂല്യങ്ങളെ നട്ടുപിടിപ്പിക്കുന്ന. ഫിനുഫൂസിൽ അജിയാൽ, തലമുറകളുടെ മനസ്സുകളിൽ. തറക്കൽ ഭാഷ അസറൻ ബാരിസൻ ഫിൽ അദബിൽ ഇസ്ലാമി, ഇസ്ലാമിക സാഹിത്യത്തിലെ വലിയ സ്വാധീനങ്ങളെ വിട്ടേച്ച വ്യക്തിയാണ് അൽ ബാഷ. വസാഹമ ഫി നശ്രിൽ വഅയി ബി അഹമ്മിയതിഹി, വളരെ പ്രാധാന്യത്തോടെ ചില അവബോധങ്ങളെ വളർത്താൻ വ്യാപിപ്പിക്കുവാൻ ശ്രമിച്ച, അതിന് സഹായിച്ച വ്യക്തിയാണ്. വൽഹമൽ അദീദ മിനൽ ഉദബാഇ, പല സാഹിത്യകാരന്മാർക്കും വെളിച്ചം കാണിച്ചു കൊടുത്ത വ്യക്തിയാണ്. ലിൽ കിതാബ ഫി ഹാദൽ മജാലി, ഈ മേഖലയിൽ എങ്ങനെ എഴുതണമെന്നുള്ള കാര്യം. റഹല ജസദുഹു, അയാളുടെ ശരീരം, റഅഫത്ത് ഭാഷയുടെ ശരീരം യാത്ര പോയിട്ടുണ്ട്. ലാക്കിൻ ബഖിയത്തി ബിദാഅതുഹു, പക്ഷേ അയാളുടെ വർക്കുകൾ അത് ബാക്കിയായിട്ടുണ്ട്. ഖാലിദത്തൻ, അത് കാലാകാലം. തൽഹമുൽ അജിയാൽ ഖാദിമ
വ തുനീറു ദുറൂബഹും, വരും തലമുറക്ക് അവർക്ക് വെളിച്ചം വീശുന്ന, അവരുടെ വഴികൾക്ക് വെളിച്ചം വീശുന്ന ആ നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ ശാശ്വതമായ ഗ്രന്ഥങ്ങൾ ഇവിടെ ഇന്നും അവശേഷിക്കുന്നതാണ്. ഖാൻ അബ്ദുറഹ്മാൻ റഊഫത്ത് അൽ ബാഷ ഖാമത്തൻ അദബിയ ഷാമിഖ, ഒരു ഉയർന്നു നിൽക്കുന്ന സാഹിത്യത്തിൻ്റെ കാണ്ഡമായിരുന്നു റഊഫത്ത് ബാഷ. അലമൻ ബാരിസൻ ഫി സമാഇൽ അദബിൽ ഇസ്ലാമി, ഇസ്ലാമിക സാഹിത്യത്തിൻ്റെ ചക്രവാളങ്ങളിൽ, ആകാശങ്ങളിലെ ഒരു പ്രകടമായ പതാകയായിരുന്നു, മഹാരത്നമായിരുന്നു അദ്ദേഹം. അഫ്ന ഹയാത്തഹു ഫി ഖിദ്മത്തിൽ ലുഗൽ അറബിയ്യ, അറബി ഭാഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം അദ്ദേഹം സമർപ്പിച്ചു. വദ്ദിഫാഅൻ ഖിയമിൽ ഇസ്ലാം, ഇസ്ലാമിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും. വതറക ഇർസൻ ഗനിയൻ മിനൽ മുഅല്ലഫാത്തിൽ ഖയ്യിമ അല്ലതി സതദല്ലു മസ്ദറ ഇൽഹാമിൽ ലജിയൽ ഖാദിമ, വരും തലമുറക്ക് വലിയ മാർഗദർശനം കാണിക്കാൻ പറ്റിയ, സ്രോതസ്സായ, മസ്ദറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മൂല്യവത്തായ ഗ്രന്ഥങ്ങളെ സമ്പന്നമാക്കിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. വ്യത്യസ്തങ്ങളായ ശൈലി സവിശേഷതകൾ അതിൻ്റെ ശൈലിയിൽ കാണാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അസ്സുഹൂല വൽ ഉദൂബ, വളരെ ആസ്വാദ്യകരവും ലളിതവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രചന. ഫൽബാഷ യബ്തഈദു മിൻ കിതാബാതിഹി അനിൽ അൽഫാദി സ്വഅബ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലഫ്ദുകളിൽ നിന്ന് വിദൂരത്തായിരുന്നു അദ്ദേഹം. വൽ ഗരീബ, അപരിചിതമായതും. ലിതസ്വീരിൽ മഅന അല്ലദീ യുരീദുഹു, താൻ ഉദ്ദേശിക്കുന്ന ആശയത്തെ ചിത്രീകരിക്കാൻ ആർക്കും പരിചയമില്ലാത്ത വിചിത്രമായ പ്രയാസകരമായ ലഫ്ദുകളെ അദ്ദേഹം സ്വീകരിച്ചില്ല, അത് വിദൂരമായിരുന്നു. ഒമയദ്ഹബു ഇലൈഹി മിൻ അഹാസിസ വമശാഇറ, താൻ അനുഭവിക്കുന്ന എന്ത് ഫീലിംഗ് പറയാനും വേണ്ടിയിട്ടൊക്കെയും ഏറ്റവും ലളിതമായ ലഫ്ദുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. വൻസിലാഖൻ മിൻ അന്ന الرقة في اللفظ تناسب الرقة في المعنى, ഈ ഒരു വാദമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. പദങ്ങൾ ലോലമാകുമ്പോൾ ആശയങ്ങളും ലോലമായിരിക്കും. അപ്പോൾ ആശയത്തിൽ ലോലതയ്ക്ക് അനുയോജ്യമായ ലോലമായ പദങ്ങളെ ലിദാ ഫഇന്നനാ നജിദുൽ ഭാഷ, അത് നമുക്ക് ഭാഷയിൽ കൃത്യമായി കാണാൻ സാധിക്കും. കാരണം ലാ യഖ്താറു ലഫ്ദൽ ഖവി ഇല്ലാ ലിമഅനാ ഫീഹി ഖുവ്വ, അദ്ദേഹം ശക്തമായ ഭാഷകൾ സെലക്ട് ചെയ്യൂല, എന്തിനു വേണ്ടിയല്ലാതെ അതിലെ ആശയം ശക്തമാണെങ്കിലല്ലാതെ. വലാ യഖ്താറു ലഫ്ദ സഹല ഇല്ലാ ലിമഅനാ സഹല മുൻഖാദിൻ ഖരീബൻ അൽ നഫ്സി, ലളിതമായ പദങ്ങൾ അദ്ദേഹം സെലക്ട് ചെയ്യുന്നില്ല, അതിൻ്റെ ആശയം ലളിതവും വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഏറ്റവും അടുത്തതുമാകുമ്പോൾ അല്ലാതെ. വലാ തതഹഖഖു ഗായത്തുൽ ഇബ്ദാഇ ഇല്ലാ ബിൻതിലാമിൽ കലിമ, അദ്ദേഹം താൻ ഉദ്ദേശിക്കുന്ന വർക്കിൻ്റെ സാഹിത്യ രചനയുടെ ലക്ഷ്യത്തെ യാഥാർത്ഥ്യമാക്കാൻ വ്യവസ്ഥാപിതമായ കെലിമത്തുകളെ കൊണ്ടുവന്നു. വസ്തിഖാമത്തുൽ ഉസ്ലൂബി, നല്ല ഉറച്ച ശൈലി അദ്ദേഹം സ്വീകരിച്ചു. മറ്റൊന്ന് അത്തസ്വീറുൽ ബയാനി, അദ്ദേഹത്തിൻ്റെ അവതരണത്തിന് മികവാണ്. ഫഖദ് ഹറസൽ ഭാഷ ഫി കുതുബിഹി, തൻ്റെ ഗ്രന്ഥത്തിൽ ഭാഷ താല്പര്യം കാണിച്ചത്. ഏത് ഗ്രന്ഥം? സുവറും മിൻ ഹയാത്തി സ്വഹാബ വസുവറും മിൻ ഹയാത്തി സ്വഹാബിയാത്ത് വസുവറും മിൻ ഹയാത്തി താബിഈൻ. എന്തിനാണ് അദ്ദേഹം താല്പര്യം കാണിച്ചത്? അല റസ്മി സുവരിഹി ബി അദവാത്തിൻ, ചില ടൂളുകൾ ഉപയോഗിച്ച് അവയെ ചിത്രീകരിക്കാനാണ്. തുസായിദു അല ജലാ ഇസ്സൂറ വ ഇബാനത്തിഹ, ആ ടൂളുകളുടെ സഹായത്തോടു കൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പിക്ചറുകളെ, ചിത്രങ്ങളെ വ്യക്തമാക്കി തരുവാൻ വേണ്ടി ഇവരുടെ ജീവിതത്തിൽ നിന്ന്. ഫഅമദ ഇല തഷ്ബീഹ്, ആ ടൂൾ എന്തൊക്കെയായിരുന്നു? ചില സമയം അദ്ദേഹം തഷ്ബീഹിലേക്ക് അവലംബം പ്രാപിച്ചു. വൽ ഇസ്തിആറ, ചില സമയം ബലാഗിൽ ഇസ്തിആറയിലേക്ക്. വത്തഖ്ദീം വത്തഅഖീർ വൽ ഫസ്ൽ വൽ വസ്ൽ വൽ ഇൻഷാഇ വൽ ഖബർ, ഈ നിലക്കുള്ള ബയാനിനു വേണ്ടി, കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന അത്തരം അദവാത്തുകളെ അവലംബിച്ചുകൊണ്ടാണ് ഈ സ്വഹാബികളുടെയും താബിയങ്ങളുടെയും ഇങ്ങനെ കഥകളെയും ചരിത്രങ്ങളെയും അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, വമാസിബ ദാലിക മിൻ വസാഇല തജല്ലിൽ മഅന, ആശയം വ്യക്തമാക്കി തരാൻ എന്തൊക്കെ ടൂളുകളുണ്ടോ മറ്റു ചിലതും. വതബ്നീഹി വതുഖദ്ദിമുഹു ഫി ഹാലത്തി മിനൽ ജമാൽ വൽ ഇംതാഇ, ആസ്വാദനം, ഭംഗി, അത് ഏറ്റവും നല്ല രൂപത്തിൽ ലഭ്യമാക്കാൻ സഹായകരമായ മറ്റു ടൂളുകളെയും അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ മറ്റൊരു പ്രത്യേകത അൽ മുഹസനാത്തുൽ ഉസ്ലൂബിയ, ശൈലിയിലെ ഭംഗി തന്നെയാണ്. ഹൈസുല അൽ ഭാഷ അൽ ഇസ്തിആന, എത്രത്തോളം എന്ന് വെച്ചാൽ ഭാഷ ചില സഹായങ്ങളിലേക്ക് അഭയം പ്രാപിക്കുന്നുണ്ട്. ബിബാഅദിൽ മുഹസനാത്തുൽ ലഫ്ളിയ, ചില ഘട്ടങ്ങളിൽ പദപരമായിട്ടുള്ള ചില മുഹസനാത്തുകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി. ലിഇൽഫാഇൽ ഹലിയ വറൗനഖ് ഫി അലാ ഉസ്ലൂബിഹി, തൻ്റെ ശൈലിയിലെ അഴകിനെ ഭംഗി കൂട്ടുക എന്ന ലക്ഷ്യത്തിൽ തന്നെ പദപരമായിട്ടുള്ള അതിൻ്റെ ഭംഗിക്ക് ഉപയോഗിക്കുന്ന അൽ മുഹസനാത്തുൽ ലഫ്ളിയിലേക്ക് അദ്ദേഹം അഭയം പ്രാപിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ. വയത്തസിം ഉസ്ലൂബുഹു ബി ഹുസ്നിൽ ഇസ്തിഹ്ലാൽ, അൽ ഇസ്തിഹ്ലാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്, ശൈലിയിലുള്ള സവിശേഷതയാണ്. അദ്ദേഹം നല്ലൊരു ആരംഭമായിരിക്കും. വലായത്തുൽ മഖ്തഅ, അതോടൊപ്പം വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ മഖ്തഅകൾ, അതിൻ്റെ സ്റ്റാൻസകൾ അല്ലെങ്കിൽ അതിൻ്റെ പാരഗ്രാഫ് വിഭജനങ്ങളൊക്കെ വളരെ കൃത്യതയോടെ ആയിരിക്കും.
വൽ വഹ്ദ വത്തമാസുഖ്, അതിൻ്റെ ഒരു യോജിപ്പ്, വത്തദർറുജു ഫിൽ ഇന്തിഖാൽ മിൻ ഖാതിറ ഇലാ ഖാതിറ ഉഖ്റ മിനൽ ഖവാതിർ, ഒരു ചിന്തയിൽ മറ്റൊരു ചിന്തയിലേക്കുള്ള തെന്നലുകൾ, നീങ്ങലുകൾ, അതാവട്ടെ അല്ലത്തി തതജമ്മഉ ഹൗല മൗദൂഇ ശഖ്സിയ്യ, ആ വ്യക്തിത്വ ഏതൊരു മാറ്ററിനാണോ സംസാരിക്കുന്നത്, ഏതൊരു വിഷയമാണ് സംസാരിക്കുന്നത്, ആ സംസാരത്തിന് പറ്റിയ, ആ സംസാരിക്കുന്ന മേഖലയ്ക്ക് പറ്റിയ, ആ വിഷയത്തിന് പറ്റിയ ചിന്തകൾ, വ്യത്യസ്ത ചിന്തകൾ. അപ്പോൾ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് മാറുമ്പോൾ അതിന് കൃത്യമായ പടിപടിയായിട്ടുള്ള മാറ്റങ്ങൾ. അതോടൊപ്പം വൽ ഈജാസ്, സംക്ഷിപ്തമായ അവതരണം, വൽ ബുഅദ് അനി തഫ്സീലാത്തിൽ മുമില്ല, മടുപ്പുളവാക്കുന്ന വിശദീകരണങ്ങളില്ലാത്ത അവസ്ഥ, മഅൽ ഫിക്റ വ തഹ്ദീദുൽ ഹദഫ്, ലക്ഷ്യം കൃത്യമായി നിർണ്ണയിക്കൽ, ചിന്തയെ ഉയർത്തിക്കൊണ്ടുവരൽ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശൈലിയുടെ സവിശേഷതകളാണ്. ഇവിടെ നമ്മൾ പഠിച്ചത് വലീദ് അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷ ഫി ആം 1920 ഫി മദീനത്തി അരീഹ ബിസൂറിയ, സിറിയയിലെ അരീഹ പട്ടണത്തിൽ 1920 റഅഫത്ത് ബാഷ ജനിക്കുന്നത്. സഅലി ഈജാദി അമലിൻ മൗസൂഇയ്യിൻ യഖ്ദുമുൽ അദബ് അൽ ഇസ്ലാമി, ഇസ്ലാമിക സാഹിത്യത്തിന് സേവനമാകുന്ന ഒരു അമൽ മൗസൂഇ, ഒരു എൻസൈക്ലോപീഡിയ, ആ നിലക്കുള്ളൊരു വർക്ക് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിച്ചു. റസ്മ മൻഹജൻ ഇസ്ലാമിയൻ ഫിൽ അദബി വൻ നഖ്ദി, നിരൂപണത്തിലും സാഹിത്യത്തിലും ഒരു ഇസ്ലാമിക മെത്തേഡ് അദ്ദേഹം വരച്ചു കാണിച്ചു. റിവായത്താഹു, അദ്ദേഹത്തിന് 2 റിവായകളാണ്, അർദുൽ ബുതൂല, അർ റിവായ അസാലിസ എന്നുള്ളത്. അസ്ദറ 48 കിതാബൻ, അദ്ദേഹം 48 ഗ്രന്ഥങ്ങൾ പബ്ലിഷ് ചെയ്തു, പ്രസിദ്ധീകരിച്ചു. മിൻഹ, അതിൽപ്പെട്ടതാണ് സുവറും മിൻ ഹയാത്തി സ്വഹാബ, സുവറും മിൻ ഹയാത്തി الصحابيات صور من حياة التابعين نحو مذهب إسلامي في الأدب والنقد البطولة حدث في رمضان الدين القيم أرض البطولات فن الدراسة فن الامتحانات الطريق إلى الأندلس لمحات وقطوف. ഓക്കെ, ഉസ്ലൂബുഹു ശൈലിയാണ് അൽ വുദൂഹ്, വ്യക്തത, വസ്സലാസ, ലളിതമാവുക, ജംഉ ബൈനൽ അസ്വാല വൽ മുആസിറ, സമകാലികവും പൗരാണികവുമായ കാര്യങ്ങൾക്കിടയിലുള്ള ഏകീകരണം കൊണ്ടുവരിക. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. ഇനി അവിടെ ചോദ്യങ്ങൾ കാണാം. ഐന ഉലിദ അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷ, എവിടെയാണ് ജനിച്ചത്? മിൻ ഐന ഹസന റഅഫത്ത് അൽ ബാഷ ദക്തൂറ, ഡോക്ടറേറ്റ് എവിടെ നിന്നാണ് കിട്ടിയത്? മാദ യഷ്തറത്തുൽ ബാഷ ലിൽ അദബിൽ ഇസ്ലാമി, ഇസ്ലാമിക സാഹിത്യത്തിന് ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിച്ച നിബന്ധനകൾ എന്തൊക്കെയാണ്? കം മുജല്ലദൻ കാന ലി മൗസൂഅത്തി അൽ ഖിസസുൽ ഇസ്ലാമിയ്യ ഫി അഹദി നുബുവത്തി വൽ ഖുലഫാഇർ റാഷിദീൻ, അദ്ദേഹത്തിൻ്റെ ഒരു മൗസൂഅയാണ്, ഒരു എൻസൈക്ലോപീഡിയയാണ്, ഒരു സർവ്വ വിജ്ഞാന കോശമാണ്. അൽ ഖിസസുൽ ഇസ്ലാമിയ ഫി അഹദിൻ നുബുവ വൽ ഖുലഫാഇർ റാഷിദീൻ. ഇത് എത്ര വോള്യങ്ങൾ ഉണ്ടായിരുന്നു? മറ്റൊന്ന് കം മുജല്ലദൻ കാന ലി മൗസൂഅത്തി അദബു ദഅവ അൽ ഇസ്ലാമിയ, അദബു ദഅവ അൽ ഇസ്ലാമിയ എന്ന എൻസൈക്ലോപീഡിയ എത്ര വോള്യത്തിലായിരുന്നു? അലത്തി അഷ്റഫ് അല ഇസ്ദാരിഹ റഅഫത്തുൽ ബാഷ, ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ മേൽനോട്ടം വഹിച്ചത് റഅഫത്തുൽ ബാഷ തന്നെയാണ്, ആ എൻസൈക്ലോപീഡിയ. അത് എത്ര വോള്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? ഉദ്കുർ റിവായത്തനി കതബഹുമാ റഅഫത്ത് ബാഷ, റഅഫത്ത് ബാഷ രചിച്ച 2 റിവായ ഏതൊക്കെയാണെന്ന് പറയുക. ഉദ്കുർ സലാസത മിൻ മുഅല്ലഫാത്തി റഅഫത്ത് ബാഷ, 3 ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ 3 ഗ്രന്ഥങ്ങൾ പറയുക. ഉദ്കുർ അലമൻ മിനല്ലദീന തനാവലഹുമുൽ കിതാബ് സുവറും മിൻ ഹയാത്തി താബിഈൻ, സുവറും മിൻ ഹയാത്തി താബിഈൻ എന്ന ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്ന മഹാരഥന്മാരിലെ ഒരു മഹാരഥനെ, അലമൻ, ഒരു മഹാരഥനെ പേര് പറയുക. അതിൻ്റെ ഉത്തരങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തത് വായിച്ച് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.